യു ആർ അണ്ടർ ടെൻഷൻ അല്ലേ? അതിനുള്ള ഷോർട്ട് കട്ട് ഞാൻ തന്നേക്കാം. നിങ്ങൾ എല്ലാവരും ഒന്നാം പ്രൈസിൽ വന്നിരിക്കുന്നത് ഏതാ? റിലാക്സ് ആകാൻ യു ഡു വൺ തിങ്. യു തിങ്ക് അബൌട്ട് ബൈ എ തോട്ട് ഫോർ ദാറ്റ് others should get the first prize. Others should get the first prize. Then you relax. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് നല്ലത് വരണേ എന്ന് ചിന്തിക്കുകയും നമുക്ക് കിട്ടിയതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഈശ്വരനാകും. ഈശ്വരൻ ഇസ് ദ അൾട്ടിമേറ്റ് അല്ലേ പ്രപഞ്ചം. അപ്പൊ ഹ്യൂമൻ ബർത്തില് നിങ്ങൾക്ക് കിട്ടിയ ഓരോ ക്വാളിറ്റീസ് നിങ്ങളുടെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നും പ്രപഞ്ചത്തിന്റെ എല്ലാത്തിന്റെയും സ്ട്രെങ്ത് ആണ് നിങ്ങളിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഖരവസ്തുക്കള് രക്തമൊക്കെ ജലമാണ്. മൂന്നാമത്തെ എനർജിയാണ് പ്രാണൻ. അപ്പൊ ഈ പ്രാണനെയാണ് നമ്മൾ പിടിക്കാൻ പോകുന്നില്ലയോ? യു ക്യാൻ ഇൻഹേൽ വൺ ടൈം സ്ട്രൈറ്റ് വിത്ത് സ്മൈൽ കോഡ്. സ്മൈൽ കോഡ് ഒക്കെ ഇരിക്കണം. യോഗ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? യോഗ ചെയ്യുന്ന കയ്യുയർത്തി, യോഗ ചെയ്യുന്നതിന് കയ്യുയർത്തി കാണിക്കട്ടെ. ഹാഫ് ആയാലും ഫുൾ ആയാലും യോഗ എന്ന് കേട്ടിട്ടുണ്ടോ? എനിബഡി ഹേർഡ് അബൌട്ട് യോഗ? ഉണ്ടോ? ഇല്ല. ഓക്കെ, എന്താ യോഗ ചെയ്യണം കേട്ടോ. ആദ്യത്തെ യോഗയാണ് പ്രാണായാമം. പ്രാണായാമം കൊണ്ട് മാത്രമാണ് നമുക്ക് ധ്യാനത്തിലേക്ക് പോകാനും മനഃശക്തി ഉള്ളവരായിട്ട് മാറാൻ പറ്റുള്ളൂ. സേവാശക്തി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ നിങ്ങളുടേതാണ്, ഈ പ്രപഞ്ചത്തിൻ്റെതാണ്. നിങ്ങളെല്ലാം ഇവിടുത്തെ അംഗങ്ങളായിട്ടുള്ള വന്നവരാണ്. ഇറ്റ് ഈസ് യുവർ പ്ലേസ്. യു ആർ ദ ബാത്റൂം ഔട്ട്സൈഡ്. വെൻ യു വാണ്ട് ടു ഡ്രിങ്ക് ദർ ഈസ് വാട്ടർ. ഇതാ ഇറ്റ് ഈസ് യുവർ പ്ലേസ്. ആൻഡ് യു ക്യാൻ ലേൺ മോർ അബൌട്ട് സേവാശക്തി ഫൗണ്ടേഷൻ ഇൻ ദ കമ്മിങ് ടൈം, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് യു റിലാക്സ് യുവർസെൽഫ് ആൻഡ് പ്രേ ഫോർ അതേഴ്സ് ടു ഗെറ്റ് ദി പ്രൈസ്. ദെൻ യു ആർ ദ വിന്നർ അല്ലേ? എന്ത് നേടിയാലും മറ്റുള്ളവരെ കൂടെ ചേർത്ത് പിടിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വൺ ടൈം ബ്രീതിങ് മൈ ഫ്രണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് വൺ ടൈം ബ്രീത്ത് ചെയ്തേ. എടുത്തോ ശ്വാസം പിടിച്ചോ. വെല്ലം പിടിക്കാതെ പിടിക്കാൻ പറ്റില്ല. ശ്വാസം പിടിച്ച് എക്സൈൽ, ഇൻഹെയിൽ, exhale, inhale, exhale, inhale, exhale, inhale, exhale. Madi, how do you feel? You are relaxed. When you study or any moment of your life, the best relaxation exercise is called എന്താണ്? പ്രാണായാമം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യോഗ ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്തിട്ട് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക. അതൊക്കെ രീതിയിൽ പഠിച്ചോ. എല്ലാവരും യോഗ പഠിക്കണം കേട്ടോ. ഓൾ മെമ്പേഴ്സ് ടൈമില് സ്കൂളിലൊന്നും ഇല്ലേ യോഗ? ഇല്ല. നമ്മൾ പഠിപ്പിക്കാം പോരെ. യു വിൽ ലേൺ യോഗ, then you will become very strong. Anyhow, it is your place. You are the freedom. Relax completely. Relax completely. മോള് പിന്നെ റിലാക്സ് കംപ്ലീറ്റ്. ടെൻഷൻ അടിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ടെൻഷൻ അടിക്കരുത്. നിങ്ങളുടെ പ്ലേസ്, നിങ്ങൾക്ക് അവിടെ ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ബാത്റൂം കൊണ്ട് പോകാം. ആൻഡ് നിങ്ങൾ എപ്പോഴും ചിരിച്ചോട്ട്. ഏതാ ജീവിതത്തിൽ മസിൽ പിടിക്കരുത്. ജീവിതത്തില് ഹാപ്പിനെസ് അല്ലേ എല്ലാവർക്കും വേണ്ടെന്നാ? ഹാപ്പിനെസ് അല്ലയോ? How will you get happiness? By giving happiness to others. That is called the Seva Shakti Foundation. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ശക്തി നമുക്ക് കിട്ടുന്നു. അതാണ് സേവ അല്ലേ? അല്ലെ ദാനം. അതൊക്കെ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ വരും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇന്ന ലൈഫ് ഇതൊരു 2-3 hours ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ലഞ്ചുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ചുണ്ട്. ലഞ്ചിന് എനിക്ക് പേഴ്സണലായിട്ട് മത്സരമുണ്ട്. ആഹാരം ഒരു പറ്റ് ചോറ് പോലും കളയാതെ പ്ലേറ്റിൽ 0 വേസ്റ്റിൽ കഴിക്കുന്നവർക്ക് ഒരു ഭഗവത്ഗീത സമ്മാനമുണ്ട്. എൻ്റെ വകയിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും നല്ലൊരു ഭഗവത്ഗീത എന്താ അല്ലേ? എന്താണ്? 0 വേസ്റ്റ്. 0 വേസ്റ്റ്. അപ്പൊ ഇത് ഇവിടെ മത്സരിക്കാൻ വരുന്ന സമയത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലത് പാഠങ്ങളുമായിട്ട് പോകണം.
അത് നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് എന്താണ് ആത്മശക്തി നൽകും. ആത്മശക്തി ഇല്ലാത്ത അർത്ഥത്തെ ഏറ്റവും വലിയ വിലക്കുറവ് വി ആർ ഡിമാൻഡിങ് ഇൻ നേച്ചർ. ഫാദറിൽ നിന്നും മദറിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കിട്ടാൻ വേണ്ടി നമ്മൾ നേടാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ നമ്മുടെ ശക്തി ഇല്ലാതായി പോകണം. അപ്പൊ ആ ശക്തി ഒന്ന് ആർജിക്കണം നമുക്ക് വേണ്ടേ. വി ഷുഡ് റിലാക്സ് അവേഴ്സെൽഫ്. എന്താ റെഡിയാണോ? റെഡി? എല്ലാവരും ഫുഡ് കളയത്തില്ലല്ലോ ചോറ് തരുമ്പോഴേ. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ കിടന്നപ്പോ തീരുമാനിച്ചാണ്, രാവിലെ തോന്നി ഇങ്ങനെ നിങ്ങൾക്കെല്ലാം ഒരു ഭഗവത്ഗീത തരണം. എങ്ങനെ? വിത്ത് എ കോസ്, ഒരു കാരണം കൊണ്ട്. വെറുതെ ഒന്നും വാങ്ങിക്കരുതായിരുന്നു, ഒരു കോസ്. നിങ്ങൾ ജീവിതത്തിൽ എന്നും ആഹാരം കളയരുത്. അത് മറ്റുള്ളവർക്ക്, വിശപ്പുള്ളവർക്ക് ആവശ്യമുണ്ട് എന്നുള്ള പാഠം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുക അല്ലേ? ഓക്കെ, ഈ 3 hours 4 hours സ്പെൻഡ് ചെയ്ത ടൈമിൽ യു ആർ ലേണിംഗ് ലോട്ട് ഓഫ് തിങ്സ്. ബി എ പാർട്ട് ഓഫ് ദ ഗെയിം കേട്ടാ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ടെൻഷൻ വരാതിരിക്കാൻ വേണ്ടിയും ഉത്തരം തെറ്റിയാലും ശരിയാണെങ്കിലും അറിവുള്ള ധൈര്യമായിട്ട് അതുപോലെ പറയുക. എന്തുവാ കഴിഞ്ഞ ദിവസം നാഷണൽ സർവീസ് സ്കീമിന്റെ ക്യാമ്പിൽ പോയപ്പോൾ ഞാൻ ചോദിച്ച കുട്ടികളോട്, കോപ്പി അടിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഞാൻ നൂറ് കൊടുത്തു. കോപ്പി അടിച്ചിട്ടുള്ളത് പരീക്ഷ കോപ്പി അടിച്ചിട്ട് നിങ്ങൾ അടിച്ചിട്ടുണ്ട്? എത്ര പേര് കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് കൈ കരുത്താവോ? ധൈര്യമായിട്ട് 1 2 3 1 2 3. കോപ്പി അടിച്ചിട്ടുള്ളവര്, പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചവര്, ജീവിതത്തിൽ കോപ്പി അടിച്ചിട്ടുള്ളവര് കൈ താത്തിന് മക്കളെ. നിങ്ങൾ ധൈര്യം കാണിച്ചില്ലേ കോപ്പി അടിച്ചത് പറയാന്? അതാണ് നിങ്ങളുടെ തന്റെ ഒന്ന് കാപ്പി ചെയ്തേ. സോമാലിയയിൽ എല്ലാവരും കടൽ കൊള്ളക്കാരുണ്ട്. ഇംഗ്ലീഷ് വാക്ക് പൈറേറ്റ്സ് ആണ്, കേട്ടിട്ടുണ്ടോ? അവരെല്ലാരും ജീവിക്കുന്ന എങ്ങനെ അറിയോ? അടുത്തൂടെ പോകുന്ന കപ്പലില് പിടിച്ചിട്ട് മോശം ഇപ്പോഴും. പക്ഷെ അവർ കള്ളന്മാരാന്ന് പറയും സ്വയം, ഞാൻ പൈറേറ്റ്സ് ആണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാര് മാന്യന്മാരായിട്ടുള്ള കള്ളന്മാർ. നമുക്കത് വേണ്ട. നമ്മൾ എന്താണ്? സത്യം പറയുന്നവരാണ്. സത്യമേവ. കോപ്പി അടിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പേഴ്സണാലിറ്റി ഭയങ്കരമാണ്. അറിയാവുന്ന ഉത്തരം പറയുക. എനിക്ക് 12 മാർക്ക് കിട്ടി, 1 മാർക്ക് കിട്ടി. 1 മാർക്ക് വാരിക്ക് വായിക്കാത്ത കുട്ടികൾ ഈ ലോകത്തുണ്ട്. ഓട്ടിസം വായിച്ചവരും ഇല്ലാത്തവരും എത്ര പേരുണ്ടല്ലേ? എഴുന്നേറ്റിരിക്കാൻ വയ്യാത്തവരോട്, സംസാരിക്കാൻ വയ്യാത്തവരോട്, ചെവിയേക്കാൻ വയ്യാത്തവരില്ലേ? ഇവരെ കൂടി ചിന്തിക്കുന്ന പ്രസ്ഥാനമാണ് സേവാശക്തി ഫൗണ്ടേഷൻ. അന്നേരം നിങ്ങൾ ശക്തിയുള്ളവരായിട്ട് മാറും. ആ ശക്തിക്ക് വേണ്ടി നിങ്ങളോട് വന്നിരിക്കുന്നത് അല്ലേ? സമ്മാനമുണ്ട്, പരമ്പരയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ഈ വർഷക്കാലം മുഴുവൻ മത്സരങ്ങൾ കാണാൻ നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇല്ലേ? വിൽ ബി ഇൻ ടച്ച് വിത്ത് യു. വിൽ കണ്ടിന്യൂ ദ പ്രോസസ് ഓഫ് ഒരു എന്താണ് വികസിത ഭാരതം എന്ന് പറയുമ്പോൾ കള്ളന്മാരില്ലാത്ത ഭാരതം ഇല്ലേ? സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ഭാരതം. നമ്മുടെ ആർമി ഇപ്പോഴും നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി എത്രയോ ഉയരമുള്ള തണുപ്പുള്ള സ്ഥലത്ത് ഡിസംബറിൽ കിടക്കുമ്പോഴും നമ്മളെ സംരക്ഷിക്കുമ്പോഴും ഈ ലോകത്തിനെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു ഒരു ശക്തി നമുക്കില്ലേ? ആ ശക്തി നേടുന്നതാണ് വിദ്യാഭ്യാസം. നേടുമ്പോഴേ നമ്മൾ അതിൻ്റെ ചില പാഠങ്ങൾ പഠിക്കണം. അതാണ് നാഷണൽ സർവീസ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ വീണ്ടും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇറ്റ് ഈസ് യുവർ പ്ലേസ്. അഗൈൻ വൺസ് അഗൈൻ ടെൽ യു, ഇറ്റ് ഈസ് യുവർ പ്ലേസ്. റിലാക്സ് യുവർസെൽഫ്. ഇവിടെ വെള്ളമൊക്കെ ഉണ്ടല്ലോ കുടിക്കേണ്ടവർക്ക്. ഏതായാലും വെള്ളം കുടിച്ചോണ്ടിരിക്കുകയല്ലേ? റിലാക്സ്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇനി നമ്മുടെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പ്ലേസ് ആണ്, നിങ്ങളുടെ പ്രസ്ഥാനമാണ് ഇത്. നമ്മളെല്ലാം ഒന്ന് ആണ്. അറിയാവുന്ന ഉത്തരം പറയുക, മത്സരിക്കുക, ജയിക്കുക. സമ്മാനം കിട്ടുന്നവരൊക്കെ എന്താണ് കൊണ്ടുപോകാം, ദാനം ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവരും കൂടെ വീതം ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇല്ലേ? പക്ഷെ ഫസ്റ്റ് അറ്റൻഡ് ദ പ്രോഗ്രാം ഇത് ഫുൾ ഹാർട്ടഡ് ഇൻ എ റിലാക്സ്ഡ് മാനർ. മനസ്സിലായില്ലേ? യു എൻജോയ്. അപ്പൊ എനിക്ക് വേണ്ടി കൈയടിക്കുന്നവരുണ്ട്, എനിക്കും ഫാൻസ് ഉണ്ടല്ലേ അല്ലേ? സിനിമാ താരങ്ങൾ ഫാൻസ് ആയ ആരൊക്കെ ഉണ്ട്? മോഹൻലാൽ, മമ്മൂട്ടി, എന്നിട്ട് എനിക്കറിയത്തുള്ളൂ. ഇനി അടുത്താരാ? വേറെ ഫാൻസുള്ള പേരൊക്കെ പറഞ്ഞു. വിജയ് തമിഴ്നാട്ടിൽ പോയി. ഇവിടെ കാര്യമില്ല, രക്ഷയില്ല. എന്താ ഇനി എല്ലാം ഉണ്ടോ? ഇനി ഉണ്ടോ ആരെങ്കിലും? 3 പേരെ ഉണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, വിജയ്, ദിലീപ്. പിന്നെ ദിലീപ്,
ടോബിനോ? അപ്പൊ 4 ഇനിയുണ്ടോ? അവർ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? കേട്ടോ? പിന്നെ അവരെന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? അവരെന്താ ചെയ്യുന്നത്? അഭിനയിക്കുക. അവരെന്തിനാ അഭിനയിക്കുന്നത്? പണം ഉണ്ടാക്കാനല്ലേ? അവര് പണം ഉണ്ടാക്കാനും നിങ്ങൾ അത് നോക്കി സമയം കളഞ്ഞ് കയ്യിലുള്ള പൈസ കൊണ്ടോ ഇത് കാണുന്നത്. ആരാ മിടുക്കൻ? നിങ്ങളാണ് മിടുക്കൻ, അവരാണ് മിടുക്കൻ? അവരാണ് മിടുക്കൻ. അപ്പൊ നിങ്ങളതിന്റെ സ്നേഹമാണ്, അടിമയാണ്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ ഫാൻസായി. അത് ശരിയാണോ? നിങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ റെഡിയാക്കി വിട്ടതാരാ? അമ്മ ആണോ? ഇന്ന് മോളെ എഴുന്നേൽപ്പിച്ച് ഇവിടെ വിട്ട് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി എത്ര മണിക്ക് നിങ്ങളുടെ അമ്മ എഴുന്നേറ്റ് കാണും? 4 മണിക്ക് ഈ മോന്റെ അമ്മ എഴുന്നേറ്റ്. വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഒരു 4 മണിക്ക് എഴുന്നേറ്റ് അമ്മ പറയാം 1 2 3 4 5 6 7 6 വരില്ലേ? അപ്പൊ നിങ്ങളുടെ അമ്മ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടി അനുഭവിക്കുകയല്ലേ? ആണോ? നിങ്ങളെന്ന് പറയുന്നൊരു കുട്ടി ആ വീട്ടിൽ ജനിച്ചത് കൊണ്ട് ഇല്ലയോ? അമ്മയ്ക്കൊരു വലിയ ഭാരമല്ലേ? അതോ അല്ലയോ? നോ 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 നോ. പക്ഷെ അമ്മ അനുഭവിക്കുന്നത് എന്തുവാണ്? കഷ്ടപ്പാടല്ലേ? ആണോ? അപ്പൊ നിങ്ങള് അഭിനയിക്കുന്നവരുടെ ആരാധകരുമാകുന്നു, അനുഭവിക്കുന്നവരുടെ എന്തുവാകുന്നു? അറബിലൊരു വാക്കുണ്ട്, കല്ലിവലി. അമ്മയാണ് അമ്മയുടെ ഡ്യൂട്ടിയാ, ഇല്ലയോ? നിങ്ങൾ നേരത്തെ തിരിച്ചേ എന്റെ അമ്മയാണ് എന്റെ ഫാൻസ്. അമ്മയാണ്. ചിന്തിക്കാൻ പറ്റുമോ? വൈകാട്ട് തിങ്ക് അബൌട്ട് ദാറ്റ്. നമ്മുടെ വസന്ത് മാസ്റ്റർ പ്ലാൻ പറഞ്ഞു, എന്താണ്? ഒരാളെ നിങ്ങളുടെ കൂടെ കൂട്ടണം എന്നില്ലേ? പറഞ്ഞില്ലേ? അമ്മയെ കൂട്ട. അമ്മയെ കൂട്ടാൻ പറ്റുമോ? എന്നാ എല്ലാ നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് നമുക്കത് കൈയടിച്ചാലോ? അപ്പൊ ഇന്ന് മുതൽ who is our mother? കുഞ്ഞുങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കുക, എപ്പോഴും ഓർക്കേണ്ട ശബ്ദം എന്തുവാണ്? അമ്മ. ഞാൻ സ്കൂളൊക്കെ ഉണ്ട്, അവിടെ ഞാനിങ്ങനെ പ്ലസ് 2 കുട്ടികളെ സംസാരിക്കാൻ പറയും, അമ്മായി അമ്മ. വീണ്ടും ചേർത്ത് പറഞ്ഞാൽ എന്ത് പറയും? അമ്മായി തുറച്ചു പറഞ്ഞേ. അമ്മയെന്ന് പറയാൻ ഇല്ല, മോഹൻന്റെ ശബ്ദം അല്ലേ? ഒന്ന് തുറച്ചു പറഞ്ഞേ. ശബ്ദമില്ലയോ? ഓന്നോ? ശബ്ദമുണ്ടോ? ഇനി ഒരു കൂവൽ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അമ്മായി അമ്മയ്ക്ക് തുല്യമായിട്ട് ആരുമില്ല. നിങ്ങൾ എന്ന് സ്നേഹിക്കേണ്ടതും നിങ്ങൾ മരണം വരെ ഓർക്കേണ്ടതും ജോലി കിട്ടി ശമ്പളം വാങ്ങിച്ച് ആദ്യം കൊടുക്കേണ്ട ആർക്കാ? പിന്നെ കൊടുക്കണ്ട. ജീവിതകാലം മുഴുവൻ എന്റെ മോനെ അവിടെ നിൽപ്പുണ്ട്. വിഷ്ണു, I am telling my son, always give a salary to mother. Always give salary to. അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ കുട്ടികളെ? ചിന്തിക്കരുതോ? നിങ്ങളെ 3 വയസ്സ് വരെ 9 മാസം ഗർഭത്തിൽ കൊണ്ട് നടന്നു.
നിങ്ങൾക്ക് ജന്മമായിട്ട്. ശരിയാണോ? നിങ്ങളുടെ കയ്യും കാലും വളർന്നത് നോക്കി നിങ്ങൾ മലമൂത്രത്തിൽ കിടന്നപ്പോൾ എപ്പോഴും എടുത്ത് നിങ്ങളുടെ ഓരോ നിമിഷവും വളർച്ചയ്ക്ക് നന്മയ്ക്ക് വേണ്ടി അന്ന് ഇന്ന് നിലകൊള്ളുന്ന ആരാണ്? ഓ, എന്നിട്ട് അമ്മയെ ഫാൻസാക്കാൻ പറ്റത്തില്ല നമുക്കില്ലേ? അമ്മ അനുഭവിച്ചോട്ടെ ഇല്ലേ? ചിന്തകൾ മാറുക. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ നിങ്ങൾ വളർന്ന് ജോലി കിട്ടി, നിങ്ങൾ എന്ത് ആയിക്കോട്ടെ, പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ഫോർ ഹോം? ദ മദർ. നോ മദർ, ദ മദർ. മദർ ഒന്നല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ദ മദർ. ദാറ്റ് ഈസ് മൈ മദർ. എപ്പോഴും കൂടെ കൂട്ടാനും. എന്താ ഇന്നലെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ബന്ധു സുരേഷ് ഒരു കഥ പറഞ്ഞിങ്ങനെ. അവിടുത്തെ അമ്മ പറഞ്ഞു കൊടുത്താണ്. ആ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരമ്മയ്ക്കൊരു മകനുണ്ടായിരുന്നു. അമ്മയുടെ ഇച്ഛ അനുസരിച്ച് തന്നെ മകന്റെ വിവാഹം ചെയ്തു കൊടുത്തു. ആ മകന്റെ വീട്ടിൽ വിവാഹം ചെയ്തു വന്ന കുട്ടിക്ക് ഈ അമ്മയെ ഇഷ്ടമല്ല. അങ്ങനെ വലിയ തർക്കമായിട്ടൊരു ദിവസം പരിഹാരമായിട്ട് ഈ ഭാര്യ ഭർത്താവിനോട് പറയാണ്, എനിക്ക് എന്തുവാണ്, എനിക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ തല വെട്ടിക്കൊണ്ടുതരാം. അങ്ങനെ ഭാര്യയെ സന്തോഷിപ്പിക്കാനായിട്ട് തല വെട്ടിയിട്ടായിട്ട് ഈ മകൻ പോകുമ്പോൾ പോകുന്ന വഴിക്ക് തെറ്റി വീഴാൻ പോകുന്നു. കഥയാണിത്. തെറ്റി വീഴാൻ പോകുന്നു. അപ്പോൾ ആ തല ചോദിക്കുകയാണ്, മോനെ വീണോന്ന്, മോനെ വീണോന്ന്. അപ്പൊ ഞാൻ സാരാംശം ഇതേ ഉള്ളൂ. നമ്മുടെ ഏത് പ്രതിസന്ധിയിലും എത്ര നിങ്ങൾ എന്താ അമ്മയോട് വഴക്കുണ്ടാക്കിയാലും, അമ്മ ശാസിച്ചാലും, അല്ലെ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കരുത്, അല്ലെ ആൺപിള്ളേരൊക്കെ തലമുടിയൊക്കെ ഒന്ന് മര്യാദയ്ക്ക് വെട്ടണം എന്നൊക്കെ പറയുമ്പോഴേ അമ്മയുടെ ദേഷ്യമില്ലയോ, സങ്കടമില്ലയോ? അപ്പോ നിങ്ങൾക്ക് എന്നും നിലകൊള്ളുന്ന അമ്മയാണ് എപ്പോഴും നിങ്ങളുടെ ശക്തി. ആ അമ്മയുടെ ശക്തിക്ക് മുന്നേ എന്നും നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഞാൻ എല്ലാ കുട്ടികളോടും പറയും, അമ്മയുടെ കണ്ണുനീര് കാണരുത് ഒരിക്കൽ പോലും. ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്ത് കാശൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആൾക്കാർക്ക് പറയാമല്ലോ. ഇപ്പൊ നമ്മുടെ അനാഥാലയങ്ങളൊക്കെ പത്തനാപുരം ഗാന്ധിഭവനിലെ സോമരാജ് സർവേ വരുന്നുണ്ട്. 100 കണക്കിന് അമ്മമാരെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് കളയുകയാണ്. അപ്പൊ ഞാനും എൻ്റെ ഭർത്താവ്, എൻ്റെ സ്പൗസ്, ഭാര്യയായാലും ഭർത്താവായാലും പിന്നെ ഞാനുമായിട്ട് ചേർന്ന് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് സുഖമായിട്ട് ജീവിക്കാം. എൻ്റെ അച്ഛനും അമ്മയും എന്നെ എന്തുവാണ് എനിക്ക് അധികപ്പറ്റാണെന്ന് എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ? Your life has gone at the end of the life. Always the happiness of the life is the mother. മദർ മരിക്കുന്നത് വരെയും കാത്തുരക്ഷിക്കേണ്ടത് ആരെയാണ്? ആരുടെയാണ്? നമ്മുടേതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നിങ്ങളുടെ ഫാൻസ് മദർ ആകട്ടെ. അപ്പൊ മദറും ഫാദറും ഗുരുവും പിന്നെ നമ്മുടെ ദൈവം. അതാണ് മാതാപിതാ, ഗുരു, ദൈവം. ഈ ശക്തി. അപ്പൊ നമ്മുടെ അമ്മ, അച്ഛൻ, പിന്നെ ഗുരുക്കന്മാര്. നമ്മൾ എവിടെ നിന്നൊക്കെ പഠിക്കുന്നു, നമ്മളെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, ആരൊക്കെ എടുത്തോണ്ട് നടന്നോ, ഇവരെല്ലാം നമ്മുടെ ഗുരുക്കന്മാരാണ്. ദൈവം പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും സുഖവും സന്തോഷവും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മഹാജന്മമാണ് മനുഷ്യ ജന്മം. ആ മനുഷ്യ ജന്മത്തിന് നമ്മൾ കൂടുതൽ ആഹാരം കഴിച്ചു, വില കൂടിയ വസ്ത്രം ധരിച്ചു. ഏതൊക്കെ രീതിയിലുള്ള സുഖത്തിൽ കൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് നമ്മുടെ സേവാശക്തി ഫൗണ്ടേഷൻ പറയുന്നു, മിതത്വം. വീട്ടിൽ പോയി ഇത്ര രൂപയുടെ ഷർട്ടല്ല വാങ്ങിക്കാൻ പറയേണ്ടത്. എനിക്ക് ആവശ്യമുള്ള വിലക്കുറവുള്ള ഒരു ഷർട്ട്. ഈ ഷർട്ട് വാങ്ങിക്കുമ്പോൾ ഒരു ഭിന്നശേഷി കുട്ടി അടുത്ത വീട്ടിൽ കിടപ്പുണ്ട്, അവർക്ക് വേണ്ടി ഒരു ഷർട്ടൂടെ വാങ്ങിക്കാൻ വേണ്ടി വീട്ടിൽ പറയുമ്പോൾ നമ്മളിലുള്ള ആന്തരികമായ മഹാശക്തി, ഈശ്വരന്റെ ശക്തി പുറത്തേക്ക് വരികയാണ്. നമ്മൾ ആകർഷകമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വില കൂടിയ മൊബൈല്, വില കൂടിയ വസ്ത്രം,
ഇതൊക്കെ ചേർത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് തികയുന്നില്ല. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാൻ. ഇന്ന് പരീക്ഷ കസേര വെച്ച് എഴുതി ആരൊക്കെ ഉണ്ട് ഇവിടെ? എഴുതിയ ആരെങ്കിലും ഒക്കെ? ഓ, എഴുതിയില്ല, സാറ്റിസ്ഫൈഡ് അല്ലേ? എത്ര പേര് എഴുതി അങ്ങനെ? ഒന്ന് ക്ലാപ്പ് ചെയ്തേ. അപ്പൊ നമുക്ക് ഈ കാർഡ്ബോർഡ് ഇല്ലാതെ എഴുതാൻ പറ്റത്തില്ലേ? നിലത്തിരുന്ന് എഴുതാൻ പറ്റത്തില്ലേ? പണ്ടൊക്കെ ഓല പള്ളിക്കൂടം എന്നാണ് പറഞ്ഞത്. ഓല പള്ളിക്കൂടം, അങ്ങനെ പേര് തന്നെയുള്ള സ്കൂളുണ്ട്, ഓല പള്ളിക്കൂടം. ഇന്നത്തെ പോലെ നിങ്ങൾ LKG സ്കൂളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ പടവും വരച്ച് ഏതാ ഈ നിറങ്ങളൊന്നും ഇല്ലെങ്കിൽ കുട്ടികളാരും അവിടെ അഡ്മിഷൻ എടുക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പും, അതുപോലെ നമ്മുടെ കുട്ടിയെ ചേർക്കാൻ പോകുന്ന സമയത്ത് കുട്ടിയെ ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലുള്ള ഏത് ആകർഷണീയമായ പടങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടെ ചേർക്കാത്ത പേരൻസും ഒക്കെ ചിന്തിക്കുക. കുട്ടികളെ ആന്തരികമായിട്ട് പിടിച്ചു വളർത്തുന്ന വിദ്യാഭ്യാസ നയം. പണ്ട് ശ്രീകൃഷ്ണനും കൂടെ പഠിച്ച ആരാണ്? ശ്രീകൃഷ്ണൻ കൂടെ കുചേലൻ 63 ദിവസം. എത്ര ദിവസമായിരുന്നു പഠിച്ചത്? 61, 66. അപ്പൊ എല്ലാം പഠിപ്പിക്കുന്ന ആളാണ്. അപ്പൊ എന്തായാലും 64 ദിവസമാണ് സാന്ദീപനി ആശ്രമത്തില് നമ്മുടെ സാന്ദീപനി സേവാ ട്രസ്റ്റിന്റെ എല്ലാമായ സുനിലാണ് നമ്മുടെ ഈ സേവാ ശക്തി ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റ്. അപ്പൊ അദ്ദേഹം സാന്ദീപനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ പറയും, ഓരോരുത്തരും സാന്ദീപനി യൂണിവേഴ്സിറ്റി ആകുക. അവസാനം കുചേലന് അറിയാമോ? അവന്റെ അതൊക്കെ അറിയുന്നില്ലേ? അല്ലേ? അവന്റെ കഥ അറിയാമോ? അപ്പൊ കക്ഷത്തിൽ വെച്ച സഞ്ചിയിലുള്ള അവല് കൊണ്ടുപോയി അല്ലേ കൃഷ്ണൻ ഭക്ഷിച്ചിട്ട് പറയുകയാണ്, ഇതുപോലുള്ളൊരു ഭക്ഷണം ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല. അപ്പൊ ഏതിനെയും എന്തിനേയും ഉൾക്കൊള്ളുന്ന ഭഗവാൻ കൃഷ്ണൻ ഭഗവാന്റെ രൂപത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ അതാണ് ഭഗവത്ഗീതയില്. മഹാഭാരതത്തിലെ ഭീഷ്മപർവ്വതത്തില് കുറച്ച് അധ്യായങ്ങൾ എടുത്തിട്ട് തയ്യാറാക്കിയതാണ് ഭഗവത്ഗീത. ഇന്ന് ഭഗവത്ഗീത ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്? കൈകർത്തിക്ക്. ഇത്ര പേര് പറയോ ഭഗവത്ഗീത? ആർക്കും വേണ്ടേ? Nobody wants ഭഗവത്ഗീത. It is not a religious book. ഇത് മതത്തിന്റെ പുസ്തകമല്ല. ഏതാ ഇത്ര പേർക്ക് മതി ബുക്ക് വേണ്ടേ? Nobody wants. വേണോ നിങ്ങൾക്ക് ഭഗവത്ഗീത? വേണ്ട. എന്താ കാര്യം? നമുക്ക് അറിയത്തില്ല. അടുത്ത ഭഗവത്ഗീത വേണോ? വിലക്കല്ല, ഫ്രീ ആണെങ്കിലോ? ഇന്നലെ ഇവിടെ നമ്മൾ ഡിസ്കഷൻ നടന്നു, ഫ്രീ വേണോ? ഞാനാ പറഞ്ഞ ഫ്രീ വേണ്ട. പക്ഷെ ഇന്ന് രാവിലെ എനിക്ക് ഉണർന്ന് കിടന്നപ്പോ തോന്നി നിങ്ങൾക്കെല്ലാം ഒരു ഭഗവത്ഗീത തരാം, വിത്ത് എ കണ്ടീഷൻ ദാറ്റ് ഉച്ചയ്ക്ക് നിങ്ങൾ ലഞ്ച് കഴിക്കുമ്പോൾ ചോറ് കഴിക്കാൻ പോവില്ലേ, അതിലൊരു വേസ്റ്റും പാടില്ല. റെഡിയാണോ? ഒരു പറ്റ് ചോറ് പോലും കളയാതെ ഏതാ കഴിച്ചു കഴിയുമ്പോൾ അതിന് വോളണ്ടിയേഴ്സ് ഉണ്ടാകും. 4-5 വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർ നിങ്ങളെ ടാഗിൽ എഴുതി ചേർക്കും. യു ആർ ക്വാളിഫൈഡ്. ഈശ്വരന്റെ മുന്നിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയി. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ സംഖ്യായോഗത്തില് നിങ്ങൾ വിദ്യാർത്ഥിയായിട്ട് ക്വാളിഫൈഡ് ആകണമെങ്കിൽ എന്താ വേണ്ടത്? അല്പാഹാരം, ജീർണ വസ്ത്രം, അതുതാണ് വിദ്യാർത്ഥി ലക്ഷണം. അപ്പൊ നമ്മള് വീട്ടിൽ പൈസ ഉള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ ചുരിദാർ വാങ്ങിച്ചാൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് വാങ്ങിച്ചു തരുമ്പം ഇത് പാടില്ല അമ്മേ, എനിക്ക് ഈ ഒരു ഡ്രസ്സ് മതി എന്ന് പറയുമ്പോഴുള്ള പേഴ്സണാലിറ്റി. മുമ്പേ പറഞ്ഞില്ല, ആദ്യം കോപ്പി അടിക്കത്തില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കോപ്പി അടിക്കത്തില്ല. എനിക്ക് 50 മാർക്ക് കിട്ടിയ എന്റെ 50 മാർക്ക്, 10 മാർക്ക് കിട്ടിയ എന്റെ 10 മാർക്ക്. അതാണ് എന്റെ പേഴ്സണാലിറ്റി. ഏതാ 100 കിട്ടുന്നവരും 50 കിട്ടുന്നവരും 10 കിട്ടുന്നവരും ആരെയും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷെ ഓരോരുത്തരുടെ ശക്തി, നിങ്ങളുടെ ഓരോരുത്തരുടെ ശക്തി നിങ്ങൾ തെളിയിക്കുമ്പോൾ ഇന്നത്തെ എഴുത്തു പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾ കോമ്പറ്റീഷനിലേക്ക് പോകുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അടുത്തൊരാൾക്ക് കിട്ടാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവമായിട്ട് മാറും. നിങ്ങളുടെ ചിലപ്പോൾ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി ആഹാരം കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾക്ക് 2 ഇതിൽ കൈകാര്യം ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾ എന്താണ് 3 രീതിയില്. ഒന്നില് അവളുടെ വിശന്നിരുന്നോട്ട് എന്റെ അമ്മ നല്ല ഓംലെറ്റ് ഒക്കെ അടിച്ച് എനിക്ക് ചോറ് കൊണ്ട് വിട്ടേക്കാണ്, അതാരുടേതാണ്, എന്റെ അവകാശമാണ്, അല്ലയോ? നമ്പർ 1. നമ്പർ 2, മോളെ വാ,
നമുക്ക് രണ്ടുപേരും കൂടെ കഴിക്കാം. ഏതാ? ഷെയർ ചെയ്ത് കഴിക്കാം. മൂന്നാമത്തേത് എന്താ? ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്, എനിക്ക് ഉച്ചയ്ക്ക് ആഹാരം വേണ്ട, എന്റെ മൊത്തം ആഹാരവും ഞാൻ അടുത്ത ആളിന് കൊടുത്തു. മൊത്തം ആഹാരം നിങ്ങൾ അടുത്ത ആളിന് കൊടുത്താൽ നിങ്ങൾ ദൈവമായി, നിങ്ങൾ പകുതി ആഹാരം കൊടുത്താൽ നിങ്ങൾ മനുഷ്യരായി, ഒട്ടും കൊടുക്കാതെ നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ അസുരൻ ആയി. ഇതാണ് നമ്മുടെ പുരാണങ്ങളില് 3 വാക്കുകളായിട്ട് പറയുന്നുണ്ട്. തമോ ഗുണം, രജോ ഗുണം, സ്വാത്വിക ഗുണം. സ്വാത്വിക ഗുണമുള്ള ആള് ആർക്കും ഉപദ്രവം ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മള് എന്താണ്, ഇപ്പൊ നിങ്ങൾ 2 കുട്ടികള്, ഈ മോള് ഈ മോന്, രണ്ടുപേരും ഈക്വൽ മത്സരത്തിൽ ക്ലാസ്സിൽ മത്സരിച്ച് വരികയാണ്. മത്സരിച്ച് വരുമ്പോഴ് ഈ മോന് ഈ മോളുടെ ചോദ്യം ചോദിക്കുകയാണ്, ഇത് പറഞ്ഞു തരാമോന്ന്. അപ്പൊ ഈ മോക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. എന്താണ്? പറഞ്ഞു കൊടുക്കാം, പറഞ്ഞു കൊടുക്കാതിരിക്കാം. ഞാൻ പറഞ്ഞു കൊടുത്ത് 1 മാർക്ക് കൂടെ അവന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഫസ്റ്റ് റാങ്കും എനിക്ക് സെക്കൻഡ് റാങ്കും ആകും. അപ്പൊ ഈ മോക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, മോളത് തീരുമാനിക്കും. Tell me, frankly tell me. 2 ഈക്വൽ മാർക്കാണ്. ആ ചോദ്യം കൂടെ പറഞ്ഞ് അവന് കൊടുത്താൽ അവന് ഫസ്റ്റ് റാങ്ക് കിട്ടും. വാട്ട് ഈസ് യുവർ തോട്ട് ഫോഴ്സ്? പറഞ്ഞു കൊടുക്കാതിരിക്കും. കൈയടിച്ച്. വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാദാനത്തിന് തുല്യമായിട്ടൊരു ദാനം ഇല്ല. ഈ മോള് ഈ മോന് പറഞ്ഞു കൊടുത്താൽ ഈ മോന് ഫസ്റ്റ് റാങ്ക് കിട്ടുമ്പോൾ അതിനേക്കാൾ വലിയ റാങ്ക് ആർക്ക് വെച്ചേക്കുന്നത്? ദൈവം മോക്ക് വെച്ചേക്കുന്നു. അപ്പൊ നമ്മുടെ സ്വാർത്ഥത കൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിലുള്ളതിനെ ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ, ഞാൻ ദാനത്തെ പറ്റി പറയുമ്പോൾ, നമ്മുടെ കയ്യിൽ മൊത്തം ഇങ്ങനെ പിടിച്ച് നമ്മൾ വളരുമ്പോൾ ഇതിന്റെ കൈയൊന്ന് അയച്ചു വിടാൻ വേണ്ടി ഇരിക്കുന്നത് കൈ തുറക്കുമ്പോൾ മാത്രമേ ഈശ്വരൻ നമ്മുടെ കയ്യിലേക്ക് വീണ്ടും എടുത്തു തരത്തുള്ളൂ. അപ്പൊ മോള് ഈ മോന് പറഞ്ഞു കൊടുത്ത് അതിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ മോക്ക് ഇതിനേക്ക് വലിയ റാങ്ക് ഈശ്വരൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നും മത്സരത്തെക്കാൾ ഉപരി, ഇവിടെ മത്സരങ്ങൾ നടത്തുമ്പോഴും ഒക്കെയും മത്സരത്തെക്കാൾ ഉപരി ഉൾക്കൊള്ളുക. അപ്പൊ നമ്മള് ഓരോരുത്തരുടെ യേശുക്രിസ്തുവിന്റെ കഥ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളിലുള്ള ഓരോ കഥാപാത്രങ്ങൾ. ഇപ്പൊ കണ്ണനുണ്ട്. ഇപ്പൊ കണ്ണന്റെ എന്താണ് കവചകുണ്ടലങ്ങള് വാങ്ങിച്ചില്ലെങ്കിൽ ഒരിക്കലും കണ്ണനെ, ദാനത്തിന്റെ പ്രതീകമാരാണ് മഹാഭാരതത്തില് കർണൻ അല്ലേ? ദാനത്തിന്റെ പ്രതീകം കർണൻ. അപ്പൊ കണ്ണന് ആ ദാനം ചോദിച്ചാല് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. മഹാബലിയെ പോലും എങ്ങനെയാണ് ഇങ്ങനെ ഭൂമിയിലേക്ക് താൻ പറയുന്നത്? ദാനം ഇല്ലേ? ചോദിച്ചാൽ കൊടുക്കും. ചോദിച്ചാൽ ഞാൻ എല്ലാം കൊടുത്തില്ലെങ്കിൽ കൂടി നമ്മൾ പറയുന്നത് എന്താണ്? ഇപ്പൊ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നത് ബൈബിളിൽ പറയുമ്പോ ഞാൻ ചോദിക്കും, പോലെ സ്നേഹിച്ചില്ലേലും അല്പം അങ്ങ് സ്നേഹിക്കരുത്. അപ്പൊ നമുക്ക് ഉള്ളത് വേറൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ശക്തി കൂടുകയാണ്, ശക്തി കുറയല്ല നമുക്ക്. അപ്പൊ നമുക്കൊന്നും നമ്മുടെ എന്തും അറിവായിക്കോട്ടെ, അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അറിവ് കൂടുകയാണ്. അറിവ് നമ്മളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതാണ് നമുക്കെല്ലാം നേടിത്തരുന്നത് എന്ന് സങ്കല്പിച്ചിട്ട് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാതിരിക്കുമ്പോൾ എന്താണ്? നമ്മൾ ബലം കുറവുള്ളവരായിട്ട് മാറുകയാണ്. എപ്പോഴും പകർന്നു കൊടുക്കണം. ആ പകർന്നു കൊടുക്കുമ്പോൾ അയാൾക്ക് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ എന്നുള്ളതല്ല, ആ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനെ എന്തുകൊണ്ട് ലോകം റെസ്പെക്ട് ചെയ്യുന്നു? അവരുടെ അറിവുകൾ കൂട്ടി അവർ മറ്റുള്ളവരെ പഠിപ്പിച്ച് മുന്നോട്ട് നിൽക്കുമ്പോൾ എന്താണ്? അവരെ ലോകം ആദരിക്കുന്നു അല്ലേ? അതുകൊണ്ടാണ് മാതാപിതാ ഗുരു ദൈവം. മൂന്നാമത്തെ മാതാവും പിതാവും കഴിഞ്ഞു കഴിഞ്ഞാല് ഗുരു എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ അധ്യാപകരായിക്കോട്ടെ, നമ്മളെ സഹായിച്ചവരായിക്കോട്ടെ, ആരെങ്കിലും ഒക്കെ നമ്മളെ സഹായിച്ചവരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നമ്മുടെ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മുടെ ഈ പരിപാടിയിലെ ഓറിയന്റേഷൻ കോഴ്സിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറയുകയാണ്, നിങ്ങൾ ശക്തരാകണമെന്നുണ്ടെങ്കിൽ എപ്പോഴും കയ്യിൽ എന്തുണ്ടോ അത് ഷെയർ ചെയ്യുക. അറിവാണ് അറിവ്. ഒരിക്കലും മിതത്വം വിട്ടിട്ട് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങള്, ഇന്ന ഭാഷ ഇന്നടത്ത് കണ്ടുകൊണ്ട് വീട്ടിൽ പോയി വഴക്കുണ്ടാക്കിയിട്ട് എനിക്ക് ഇത് തരണം, മറ്റേ കുട്ടിക്ക് അതുണ്ടായാലും ഒന്നുമല്ല. നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ അതിന് തുല്യമായിട്ടൊന്നുമില്ല. നമ്മുടെ അമ്മയിൽ ഒന്നുമില്ലെങ്കിൽ ആ ഒന്നുമില്ലാത്ത കുടുംബത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ആ വീടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ശക്തി കൂടുന്നത്. അപ്പൊ നമ്മളൊക്കെ അങ്ങനെയാണ് വളർന്നു വന്നേക്കുന്നത്. ശക്തി 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 എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ആ മഹാശക്തി എന്ന് പറയുന്നത് നമ്മള് മാനസികപരമായിട്ട് മെന്റൽ ഹെൽത്ത് ഉള്ളവരായി വരുമ്പോഴാണ്. മെന്റൽ ഹെൽത്ത് ആകണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പല കാര്യങ്ങളും വേണ്ട
അല്ലെങ്കിൽ മതി എന്ന് വെക്കണം. വേണ്ട അല്ലെങ്കിൽ മതി, ഫുൾ സ്റ്റോപ്പ് ഇടാൻ പഠിക്കുക. ആ ഫുൾ സ്റ്റോപ്പിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വളർന്നു വരുമ്പോൾ, ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ വരുമ്പോൾ ഞങ്ങളൊക്കെ വളരെ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഒരു തലമുറ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് സാഹചര്യം കൂടുതൽ വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നോളുക. ചില കുട്ടികളോട് ഞാൻ പറയും, വീട്ടിൽ അമ്മ മോളെ 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 എന്ന് 4 പ്രാവശ്യം വിളിച്ചാൽ അമ്മ ഇത്രയും വിളിച്ചാൽ മതി എന്നൊന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നോളുക. അപ്പം ഭഗവാൻ അവസാനം കലിയുഗം എങ്ങനെ ഇരിക്കുന്നു പറയുമ്പോഴത്തേക്ക് അവസാനത്തെ ഒരു കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ കലിയുഗത്തില് 4 കിണർ കവിഞ്ഞൊഴുകും, 1 കിണർ പൊട്ടക്കിണറായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20% ആൾക്കാർക്ക് ഒന്നും ഇല്ലാതാവുമ്പോൾ 80% ആൾക്കാർക്ക് അമിതമായിട്ടുള്ള സമ്പത്തും എല്ലാം കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ കഷ്ടപ്പെടുന്നവരെ പറ്റി നോക്കാൻ ആരുമില്ല. ആ കഷ്ടപ്പെടുന്നവരെ കൂടെ നമ്മൾ ചേർത്ത് നിർത്താൻ വേണ്ടി അവസാനം പറയുന്നു ദാനം മാത്രം അനുഷ്ഠാനം. പക്ഷെ രണ്ടാമത്തെ ഭാഗം പറയുന്നത് അറിയോ? പശുക്കിടാവിനെ പശു നക്കി നക്കി ചോര വരുത്തുന്ന പറയുന്നത്. നമ്മളെ നമ്മുടെ അച്ഛനും അമ്മയും കൂടി ലാളിച്ച് 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 മോനെ 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 മോളെ 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 5 നേരം കഴിച്ചോ 7 നേരം കഴിച്ചോ എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക 7 ദിവസം കൂടിയിരിക്കുമ്പോൾ ആഹാരം കഴിക്കുന്ന ആഫ്രിക്കൻ വില്ലേജുകളുണ്ട്. 7 ദിവസം കൂടുമ്പോൾ ആരെങ്കിലും കൊടുത്ത് ആഹാരം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾ 5 നേരം കഴിക്കുമ്പോഴും 6 നേരം കഴിക്കുമ്പോഴും നമ്മൾ രോഗം കൂടിയെന്ന് മാത്രമല്ല മാനസിക കൂടെ ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആഹാരം 3 പ്രാവശ്യമാണോ 2 പ്രാവശ്യമാണെന്ന് കുറച്ച് കൊടുത്തിട്ട് മിതമായ ആഹാരം കഴിച്ച് മിതമായ വസ്ത്രം ധരിച്ച്, എന്നാൽ അറിവെന്ന് പറഞ്ഞാൽ എപ്പോഴും മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഇല്ലാത്ത ആളിനെ കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് 99 മാർക്ക് കിട്ടുമ്പം 1 മാർക്ക് പോലും വാങ്ങിയിട്ട് നേടാൻ, അല്ലെ ഒരു പരീക്ഷ പോലും എഴുതാൻ, അല്ലെ ഒരു സ്കൂളില് ഒരു ക്ലാസ്സിൽ പോലും പോകാൻ വയ്യാത്ത കുട്ടികൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് എന്ത് കിട്ടിയാലും ദൈവത്തിന്റെ ഗിഫ്റ്റ്, ഈശ്വരന്റെ ഗിഫ്റ്റ്. അതാണ് നിങ്ങളുടെ കണ്ണ്, അതാണ് മൂക്ക്, അതാണ് ചെവി. അപ്പൊ ഇവിടെ നിൽക്കുമ്പോഴേ ഞാൻ ഈ താഴെ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ രാവിലെ ഒരാളിപ്പോ കണ്ടു, നമ്മുടെ ഒരു സ്റ്റാഫ് ഇവിടെ സംസാരിക്കത്തില്ല. സംസാരശേഷി നഷ്ടപ്പെടും പറയുന്ന വിഷമം ഇല്ലേ? കണ്ണ് കാണാതാവുമ്പം അറിയാം എന്റെ വിഷമം ഇല്ലേ? ചെവി കേൾക്കാതാവുമ്പോഴോ ആലോചിച്ചു, കാലില്ലാതാവുമ്പോഴും ഒരിക്കലും എഴുന്നേറ്റിരിക്കാൻ വയ്യാത്ത പാടുമ്പോഴും 2 കിഡ്നിയും പോയാലോ? ഇപ്പൊ ഒരു മോൻ എന്നെ വന്ന് കാണിച്ചിട്ട് പോയി, അച്ഛനും കൂടെ 1 കിഡ്നി പോയി, 2ാമത്തെ കിഡ്നി റീപ്ലേസ് ചെയ്യാൻ നോക്കി, അതും തീർന്നു, ഡയാലിസിസ്. ഇങ്ങനെയുള്ളൊരു ലോകത്തില്ലേ? ഇവരെ കൂടി ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള മനസ്സ് നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾ മനുഷ്യരായി അതിൽ നിന്നും നിങ്ങൾ ഈശ്വരനായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സേവാശക്തി ഫൗണ്ടേഷനിൽ നിന്ന് വന്ന് നിങ്ങൾ ഈ ക്വിസിലൊക്കെ പങ്കെടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു മെസ്സേജ് അവസാനമായിട്ട് ഞാൻ പറയുന്നു. നിങ്ങളാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അതിനെ നിങ്ങളെ നെഗറ്റീവ് കൊണ്ട് മെഷർ ചെയ്യാതെ എപ്പോഴും നമ്മൾ സമൂഹമായിട്ട് ചേർന്ന് നിന്നിട്ട് ഒന്ന് വലുതാകുന്നതിന് പകരം ഉള്ളതിനോട് ചേർന്ന് പോകാൻ ഉള്ള ഒരു മനസ്സ് നിങ്ങൾ സൃഷ്ടിക്കുക. കൂടെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കൂടെ നിർത്തുക. സമൂഹത്തിന്റെ എല്ലാ സഹായങ്ങളും നിങ്ങൾ സ്വീകരിച്ച് വളരുമ്പോൾ സമൂഹം നമുക്ക് ദോഷം ചെയ്യുന്നില്ല, പക്ഷെ സമൂഹത്തിന് നമുക്ക് ഗുണം ചെയ്യണമെങ്കിൽ സ്ട്രെങ്ത് വേണം. ആ സ്ട്രെങ്ത് ആണ് സേവാശക്തി ഫൗണ്ടേഷൻ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ ഇന്ന് ഇത് കഴിഞ്ഞ് ആഹാരം ഉണ്ടല്ലോ, ഊണ്, അതാണ് ഞാൻ നോട്ടം ഇട്ടേക്കുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ വേസ്റ്റ് പാടില്ല. അങ്ങനെ കഴിക്കുന്ന എല്ലാവരുടെയും ബാറ്റി നോക്കിയിട്ട് ഭഗവത്ഗീത എല്ലാവർക്കും സമ്മാനമായിട്ട്. അപ്പൊ എല്ലാവർക്കും വേണം ഭഗവത്ഗീത? അത് കയ്യെടുത്തിക്കേ. ഫ്രീയാണ്, പണമില്ല. ഒരേ ഒരു ചോദ്യം മാത്രം, എന്തുവാ? ആഹാരം പാഴാക്കരുത്, ആഹാരം കളയരുത്. നമുക്ക് വേണ്ടേ? ഇത് കയ്യെടുത്ത എല്ലാവരും മാറ്റിവിടുക. അപ്പൊ എല്ലാവർക്കും ഉള്ള ഭഗവത്ഗീത നിങ്ങൾ എല്ലാവരും വാങ്ങിയ ആഗ്രഹമാണ് എല്ലാം. പക്ഷെ ഒരു കണ്ടീഷൻ, നോട്ട് ഫ്രീ ഫോർ എ കോമൺ കോസ്, ഫോർ എ ഗുഡ് കോസ്. ലോകത്തിലെ 1/3 ആഹാരം ഫാമുകൾ കൃഷിസ്ഥലം മുതൽ വേസ്റ്റ് ആക്കി കളയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓരോ വീട്ടിലും കളയുന്ന ഫുഡിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. ഓരോ ഹോട്ടലുകളിൽ കളയുന്ന ആഹാരത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. ഈ മെഡിക്കൽ കോളേജിന്റെ അവിടെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അവിടെ അമ്മമാര്, പ്രായമുള്ളവര് പാത്രമായിട്ട് നിൽക്കുകയാണ്. ഏതെങ്കിലും വോളണ്ടിയർ ഓർഗനൈസേഷൻ ആഹാരങ്ങൾ കൊണ്ടുവരുന്നത് അതല്ലേ? അപ്പൊ ദാരിദ്ര്യ ദുഃഖത്തോളം വലുതായിട്ട് ദുഃഖമില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഭയങ്കരമാണ് ദാരിദ്ര്യ ദുഃഖത്തോടൊപ്പം മഹാരോഗങ്ങൾ, ക്യാൻസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ളവർക്ക് ഒരു ഇൻപുട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ട് സ്ഥാനം കൊടുക്കുക. അതാണ് ജീവകാരുണ്യം. ആ ജീവകാരുണ്യത്തിന്റെ എപ്പോഴും ഞാൻ പറയും 10-1 ദാനം ചെയ്ത് പഠിക്കുക.
മൊത്തം ദാനം ചെയ്താൽ നിങ്ങൾ ദൈവമാകും. 10 ദാനം ചെയ്താൽ മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ദാനം നമ്മൾ എപ്പോഴും ഉള്ളതേ കൊടുക്കുക. അതിന്റെ കൂടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ചെയ്യുക. ഇനി ഒരു മത്സരങ്ങൾ നമ്മൾ തുടങ്ങുന്നുണ്ട്, അത് നിങ്ങളെ പോസ്റ്റ് വഴി അറിയിക്കും. ഇപ്പൊ സമ്പാദിച്ചു വെച്ച് ദാനം ചെയ്തിട്ട് ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും. ഇതൊക്കെ അടുത്ത നമ്മുടെ ഡിസ്കഷനിലൊക്കെ ഇനി നമ്മൾ സേവാശക്തി ബോർഡിൽ നിങ്ങളൊക്കെ ചില വിളിക്കും. 1 മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഒക്കെ നിങ്ങൾ വരിക. സമ്മാന പരിപാടിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നല്ല കാര്യത്തിന് മാത്രമേ ഇവിടെ പണമില്ല. ആ നല്ല കാര്യത്തിന് പണം ഉണ്ടെന്ന് സേവാശക്തി ഫൗണ്ടേഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഇതിന്റെ മഹാശക്തിമാന്മാരായ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ക്രിസ്റ്റോഫർ വർഗീസ്, തുളസിയൊക്കെ ദുബായിൽ നിന്ന് ഉണ്ണിയണ്ണൻ ബറോഡയിൽ നിന്ന് വന്നിരിക്കുന്നു. എന്റെ കസിനാണ്. അപ്പം മനോഹര സാറ് നമ്മുടെ മോഡൽ സ്കൂളിലെ അധ്യാപകനായിരുന്നു. നമ്മുടെ ശക്തിയായിട്ട് നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും തൊടുപുഴയിൽ നിന്ന് വേണു സാറൊക്കെ നമ്മുടെ എന്താണ് നിങ്ങളൊക്കെ കാണാനും. അതിന്റെ അടുത്ത് നിൽക്കുന്ന ജയേന്ദ്രൻ ഡോക്ടർ ഇവിടെ ഭിന്നശേഷി കുട്ടികളുടെ സക്ഷമ എന്ന് പറഞ്ഞ ജില്ലാ പ്രസിഡന്റാണ്, ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെയും ഞാൻ എടുത്തു പറയാനിപ്പം സമയം കിട്ടുന്നില്ല. ഇനി നമുക്ക് കുടുംബ സംഘമാണ് ബിന്ദു വീന. അപ്പൊ ഇവരെയൊക്കെ നമ്മള് ഇവിടെ വെച്ച് കണ്ട് പരിചയപ്പെടുന്നു. നമ്മൾ വീണ്ടും നിങ്ങളുടെ ഈ പരിപാടിക്ക് ഇനിയിപ്പോ സംസാരമൊന്നുമില്ല. നിങ്ങളുടെ ഇവിടെ മത്സരമാണ്. മത്സരം കഴിഞ്ഞാൽ ആഹാരമുണ്ട്. ആഹാര സമയത്താണ് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ആരും ആഹാരം കളയരുത്. എല്ലാവരും ഭഗവത്ഗീതയ്ക്ക് അർഹത നേടണം. അത് കഴിഞ്ഞാൽ അതിനോടൊപ്പം ഒരു ഉപന്യാസ മത്സരമുണ്ട്. ആ ഉപന്യാസ മത്സരം എന്റെ വിഷയമാണ്. എന്റെ വിഷയം എന്ന് പറഞ്ഞാല് എന്തുവാണ്? മിതത്വമില്ലാതെ അല്ല, മിതത്വം കൊണ്ട് അല്ലെ മിതമായിട്ട് ആഡംബരം കുറച്ച്, എന്താ പൊങ്ങച്ച കുറച്ച്, അധികമുള്ള സാധനം എങ്ങനെ ഉപയോഗപ്പെടുത്തി. ഞാൻ അധികമുള്ളവർക്ക് ആഹാരം അധികമാകും, ചിലപ്പോൾ ഇട്ട വസ്ത്രം അധികമാകത്തില്ല, ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമോ? അത് കൊടുക്കാൻ പറ്റത്തില്ലേ? അപ്പം നമ്മളിൽ ഒന്നും പണമില്ലെങ്കിലും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ആ ഒരു മെസ്സേജാണ് ആ ഉപന്യാസ മത്സരത്തിൽ കൂടെ. ആ ഉപന്യാസ മത്സരം ഇത് കഴിഞ്ഞാൽ വീണ്ടും നടത്തും. അപ്പം അതിന് സമ്മാനം വേറെയുണ്ട്. അതുകൊണ്ട് സമ്മാനം ഇഷ്ടം പോലെ ഉണ്ട്. ഇനി സേവാശക്തി ഫൗണ്ടേഷന്റെ വോളണ്ടിയറായിട്ട് രജിസ്റ്റർ ചെയ്യുക, നിങ്ങൾക്ക് മെസ്സേജ് കിട്ടും. ഇനി നമ്മൾ ചില മീറ്റിങ്ങുകളൊക്കെ കൂടും. ആ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. സേവാ ക്യാമ്പുകൾ കാണും, നല്ല കാര്യങ്ങൾ സംസാരിക്കും. നിങ്ങൾക്ക് വേണ്ട IAS അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള കോഴ്സുകൾക്ക് പഠിക്കാൻ വേണ്ടി പോകേണ്ട കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ തരും. പക്ഷെ IAS ആയിട്ട് ചീഫ് സെക്രട്ടറി ആയിട്ട് ഈ നാട്ടുകാർക്ക് ചെയ്യുന്നതിന് പകരം സ്വന്തമായിട്ട് നേട്ടം ഉണ്ടാക്കുന്ന IAS ഇവിടെ ഉണ്ടാകണ്ട എന്ന് സേവാശക്തി ഫൗണ്ടേഷൻ നിശ്ചയിക്കുന്നു. നമ്മളൊരു ക്വാളിഫൈഡ് ആകണം, ഇല്ലേ? നമ്മൾ IAS ആയിക്കോട്ടെ, IPS ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, എപ്പോഴും നമ്മൾ ഈ നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഉദ്യോഗസ്ഥ വേണ്ടേ? നിങ്ങൾ വില്ലേജ് ഓഫീസിൽ ചെല്ലുന്നു, പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുന്നു, കോർപ്പറേഷൻ ചെല്ലുന്നു, പലപ്പോഴും നിങ്ങൾ നേരിടുന്ന പ്രശ്നം കണ്ടില്ലേ? ഇനി നിങ്ങൾ പഠിച്ച് പാസ്സായി ഉദ്യോഗസ്ഥരായി ഈ നാട്ടിലെ ജനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഇല്ലാത്തവരെ ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് സേവനം ചെയ്ത തലമുറ നമുക്ക് വരട്ടെ. അതിന്റെ അപാകത ഈ നാട്ടിലുണ്ട്, പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ ചെറുപ്പക്കാരായിട്ടുള്ളവര് ഇപ്പൊ നാഷണൽ സർവീസ് സ്കീമുണ്ട്, ഒത്തിരി സ്കീമുകൾ നമുക്കുണ്ട്, സ്റ്റുഡൻസ് പോലീസ് ഉണ്ട്, SPC. ഇതിലൊക്കെ നിങ്ങൾ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ സേവാശക്തി ഫൗണ്ടേഷനിലേക്കും നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി നിങ്ങളെ എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നും വേണ്ട, പോയാൽ മതിയല്ലോ. എനിക്ക് 2 കാര്യങ്ങൾ ഇങ്ങോട്ട് ജയിക്കാണ്ട് നടന്നില്ല. ഒന്നൊന്ന് ചിരിപ്പിക്കണമായിരുന്നു. ചിരിക്കാൻ പറ്റുമോ? ഏറ്റവും നല്ല ചിരിയുള്ള ആളിന് എനിക്കൊരു മിനിറ്റ് തരുമോ? ഏതാ? ഹാസ്യ പ്രാണായാമം പറയും, പറ്റുമോ? ചിരിക്കാൻ പറ്റുമോ? ഏറ്റവും നല്ല ചിരിക്കുന്ന ആളിന് എന്റെ ഈ പൈസ ഉണ്ട്, 100 രൂപ 500 രൂപ അവർ പറയുന്നത്. ആരെ സെലക്ട് ചെയ്യുന്നത്? നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം. എഴുതേണ്ടതില്ല, അങ്ങോട്ട് ചിലപ്പോ നോക്കി നിൽക്കുക, നോക്കുക. ഇപ്പൊ സെലക്ട് ചെയ്യണം, സമയമില്ല. നോട്ട് ടൈം ഫോർ മീ. ചിരിക്കരുതോ? ശബ്ദമൊക്കെ ഉണ്ടാകാം. എങ്ങനെ ചിരിക്കുന്നത്? ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളുടെ ആരെ സെലക്ട് ചെയ്തേ ഒരാളിനെ? കൃഷ്ണവരെ മൊത്തം എഴുതേണ്ടി വന്നേ. ഇങ്ങനെ ചിരിച്ചാ പോരാ. ഒരാളെ ചിരിക്കുന്നില്ല. ഒരു ചിരിച്ചേ മക്കളെ. ഏറ്റവും നല്ല ചിരിക്ക് ഏറ്റവും വലിയ തുക. ഒന്ന് ചിരിച്ചേ. സമാനം വേണ്ടേ? ഏതെങ്കിലും ചിരിക്കാം. ആരെയും ചിരിക്കണ്ടേ? സമാനം വേണ്ടേ? അപ്പൊ 1, 2, 3 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൃഷ്ണവരെ വരിക. ഇവിടെ കൃഷ്ണവരെ, അവിടെ വിഷ്ണു, ഇവിടെ ആരാണ്? ഒരാള് വീരാ. നോക്കുക ഏതാ? 3 പേരെ സെലക്ട് ചെയ്യും. 3 സമ്മാനങ്ങൾ വേണോ? സമ്മാനം 1, 2,
30 സെക്കൻഡ് ചിരിച്ചാൽ മതി. പറ്റോ? 1 2 ഒരു തരം, 2 തരം, 3. ചിരികൊണ്ട് 10 സെക്കൻഡ് ചിരിച്ചോടുക. ഈ മോളെ നിർത്തോ ചിരി. ഒരു സമ്മാനം കിട്ടാൻ പറ്റില്ല. ചിരിക്കായ അന്നെ കിട്ടിയോ? ഓക്കെ സ്റ്റോപ്പ്. സമ്മാനം തരുന്നതായത് ഇപ്പൊ സമ്മാനം കൊടുക്കാനാ ടൈമില്ല. I have money but no time. ആരെയാ സെലക്ട് ചെയ്തേക്കള്? കിട്ടിയില്ല ആർക്കും? അന്ന് കിട്ടിയില്ലേ? ആ വരൂ. ഫസ്റ്റ് പ്രൈസ് ഇത് ഒരാളെ പറയാം. വിഷ്ണു ഒരാളെ സെലക്ട് ചെയ്യും. ആരെയാ കിട്ടിയത്? 3 പേരെ. ആള് വേണ്ട. രണ്ടാമത്തെ ആള്. ആ ഇനി എങ്ങനെ മത്സരിപ്പിക്കാൻ പോവാം. അടുത്തത് ടൈമില്ല. നോ ടൈം. പ്ലീസ് കം. മൂന്നാമത്തെ ആളാരാ? ആ ഇങ്ങോട്ട് വാ. 3 കം പ്ലീസ്. വേറെ സമ്മാനം എനിക്ക് കൊടുക്കാനുണ്ട്. എത്ര പേരുണ്ട് ഇതിനകത്ത്? ആ ഇനി നിങ്ങൾ ധൈര്യമായിട്ട് തിരിച്ചു സ്വന്തമായിട്ട് തന്നതായിട്ട് കള്ളം പറയാതെ നിൽക്കാൻ കഴിവുള്ളവരൊക്കെ വരാം. കള്ളം പറയരുത്. സ്വയം ഞാൻ ആത്മാർത്ഥമായിട്ട് ചിരിച്ചു. പക്ഷെ എന്റെ ചിരി അത്രയും പുറത്തേക്ക് വന്നുള്ളൂ. സാരമില്ല. അങ്ങനെ എത്ര പേരുണ്ട്? ആ ഇനി കൂട്ടച്ചിരി മത്സരം. ഏതാ ഏതാ കൂട്ടച്ചിരി മത്സരം തുടങ്ങാൻ പോവാണ്. എന്റെ പേര് തന്നെ സേവാശക്തി കൂട്ടച്ചിരി മത്സരം. ഏതാ സേവാശക്തി കൂട്ടച്ചിരി മത്സരത്തില് 1ാം സമ്മാനം കിട്ടുന്നതാണ് 1000 രൂപ. എന്റെ മോനെ പറഞ്ഞത്. എന്ത് ചെയ്യും മോനെ? ഞാൻ 100 രൂപ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ എന്നേക്കാൾ ആലസ്യയിലാണ് എന്റെ മകന്. ഏതാ പണം എന്റെ കയ്യിലുണ്ട്. കൊടുക്കാൻ മനസ്സ് മാത്രം വന്നാൽ എല്ലാവർക്കും പണം കൊടുക്കാൻ പറ്റത്തില്ലേ? കൊടുക്കുക എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും ഏതാ? അതൊന്നുമില്ലാത്തവർ കൊടുക്കുന്ന അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യവും ഏതാ അല്ലേ? ഏറ്റവും പേരിക്കുന്നവർ കൊടുക്കാൻ വേണ്ടി ഇത് തുടങ്ങാം. സമയമില്ല. അതിന്റെ സാറിന് പോകണം. സാറെ ക്ഷമിക്കണം. 1 മിനിറ്റ് മതി. അപ്പൊ കൂട്ടച്ചേരി തുടങ്ങാം. 1 2 3. അപ്പൊ ശരി കഴിഞ്ഞു. ഇനി നിങ്ങളാണ് ആരാ ജഡ്ജസ്. ഈ മോനെ ഫാൻസ് ആയിക്കൊണ്ട് വോട്ട് ചെയ്യുന്നവർ കയ്യെടുത്ത്. എത്ര പേരുണ്ട്? എണ്ണിക്കോ പെട്ടെന്ന്. എത്ര പേരുണ്ട്? ആ ഇനി ഈ മോഡൽ ചിരിയെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നത് അഭിപ്രായം? എന്നാ പറ. ആരാ തിരിച്ചേ? നോ പ്രിജുഡീസ്. സ്വന്തം നാട്ടുകാരെ, സ്വന്തം വീട്ടുകാരെ, ബന്ധുക്കള് ഈശ്വരന് ഇഷ്ടമല്ല. നിഷ്കാമ കർമ്മം ചെയ്യുമ്പോൾ ഒന്നും ഇച്ഛിക്കാതെയും ദാനം ചെയ്യുമ്പോൾ എന്തുവാണ്? ദാനം ചെയ്യുമ്പോൾ ഇങ്ങോട്ടൊന്നും തിരിച്ചു കിട്ടാൻ അർഹതയില്ലാത്തവർ കൊടുക്കുകയും ചെയ്യണമെന്നാണ്. നോ പ്രിജുഡീസ്. ആരാ എന്റെ സ്വന്തോ? ഇതോ ഈ മോളാണോ? ഈ മോളോ ആണോ? ഈ മോളിൽ അംഗീകരിക്കണം 1ാം സ്ഥാനത്തിന്. യു ആർ ദ ജഡ്ജസ്. എന്താ കയ്യടി ചെല്ലൽ പാസ്സാക്കുക. അപ്പൊ 1ാം സമ്മാനത്തിന് അർഹത 1000 രൂപ. ബാക്കി എല്ലാവർക്കും 100 രൂപ സമ്മാനം ഇപ്പോൾ തന്നെ കൊടുക്കുന്നതായിരിക്കും. അടുത്തത് ഒരു മത്സരം കൂടെ ഉള്ളൂ. മത്സരമല്ല, ഒന്ന് കൂവണം പ്ലീസ്. നമ്മുടെ മെഡിറ്റേഷൻ തുടങ്ങി, കൂവലിൽ അവസാനിക്കുന്നു. എന്തുവാ പ്രാണായാമത്തിൽ തുടങ്ങി. ഇനി പല പരിപാടികളുണ്ട്. അടുത്ത മാസമൊക്കെ കാണും. എല്ലാവരും പറയണം. ഇനിയിപ്പം കൂവലാണ്. എഴുതിയിരിക്കുന്നത് എല്ലാവരും ഈ സമയത്ത് ചില നിർദ്ദേശങ്ങൾ. നമ്മൾ ഉടൻ തന്നെ ഫൈനൽ മത്സരം ആരംഭിക്കുകയാണ്.
ആ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമിനെ ഇവിടെ ഇപ്പൊ പ്രഖ്യാപിക്കുന്നതാണ്. അതോടൊപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉപന്യാസ രചനാ മത്സരം, അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഇപ്പൊ ഇവിടെ കൈ ഉയർത്തണം. അവരെ നമ്മൾ താഴത്തെ ഓഡിറ്റോറിയത്തിൽ ഇതേ സമയത്ത് തന്നെ ആ മത്സരം നടക്കുന്നുണ്ടാവും. ഈ 6 ടീമിന് മാത്രം ആ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, ബാക്കിയുള്ള കുട്ടികൾക്ക് മത്സരിക്കാം. അതോടൊപ്പം തന്നെ തീരെ വിശന്ന് പോയി ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹം ഉടനെ ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ 1000 രൂപ ഒന്നാം സമ്മാനം നിസാം സാർ കൊടുക്കുകയാണ്. എല്ലാവർക്കും 100 രൂപ. ആ ചിരി മത്സരത്തിൽ കൂട്ടച്ചിരി വേറെ സമ്മാനം എനിക്ക് കൊടുക്കാനുണ്ട്. എത്ര പേരുണ്ട്? ധൈര്യമായിട്ട് തിരിച്ചു സ്വന്തമായിട്ട് തന്നോടായിട്ട് കള്ളം പറയാതെ നിങ്ങളെ വേണ്ടുള്ളവർക്ക് വരാം. കള്ളം പറയരുത്. സ്വയം ഞാൻ ആത്മാർത്ഥമായിട്ട് ചിരിച്ചു, പക്ഷെ എന്റെ ചിരി അത്രേ പുറത്തേക്ക് വന്നുള്ളൂ. സാരമില്ല. അങ്ങനെ എത്ര പേരുണ്ട്? ഇനി കൂട്ടച്ചിരി മത്സരം ഏതാ ഏതാ കൂട്ടച്ചിരി മത്സരം തുടങ്ങാൻ പോവാണ്. എന്റെ പേര് തന്നെ സേവാശക്തി കൂട്ടച്ചിരി മത്സരം. ഏതാ സേവാശക്തി കൂട്ടച്ചിരി മത്സരത്തില് ഒന്നാം സമ്മാനം കിട്ടുന്നതാണ് 1000 രൂപ. എന്റെ മോനെ പറഞ്ഞത് എന്ത് ചെയ്യും മോനെ? ഞാൻ 100 രൂപ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ എന്നേക്കാൾ ആലസ്യയിലാണ് എന്റെ മകന്. ഏതാ പണം എന്റെ കയ്യിലുണ്ട്. കൊടുക്കാൻ മനസ്സ് മാത്രം വന്നാൽ എല്ലാവർക്കും പണം കൊടുക്കാൻ പറ്റത്തില്ലേ? കൊടുക്കാൻ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും ഏതാ? അത് ഒന്നുമില്ലാത്തവർ കൊടുക്കുന്ന അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യവും ഏതാ അല്ലേ? ഏറ്റവും പേരിക്കുന്നവർ കൊടുക്കാൻ വേണ്ടി ഇത് തുടങ്ങാം. സമയമില്ല, അതിന്റെ സാറിന് പോകണം. സന്ദർഭ സാറെ ക്ഷമിക്കണം, 1 മിനിറ്റ് മതി. അപ്പൊ കൂട്ടച്ചേരി തുടങ്ങാം. 1 2 3. അപ്പൊ ശരി കഴിഞ്ഞു. ഇനി നിങ്ങളാണ് ആരാ ജഡ്ജസ്? ഈ മോനെ ഫാൻസ് ആയിക്കൊണ്ട് വോട്ട് ചെയ്യുന്നവർ കൈയെടുത്ത് എത്ര പേരുണ്ട്? എണ്ണിക്കോ പെട്ടെന്ന്. എത്ര പേരുണ്ട്? ഇനി ഈ മോഡൽ ചിരിയെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നത് അഭിപ്രായം? എന്നാ പറ, ആരാ തിരിച്ചേ? നോ പ്രിജുഡീസ്. സ്വന്തം നാട്ടുകാരെ, സ്വന്തം വീട്ടുകാരെ, ബന്ധുക്കള് ഈശ്വരന് ഇഷ്ടമല്ല. നിഷ്കാമ കർമ്മം ചെയ്യുമ്പോൾ ഒന്നും ഇച്ഛിക്കാതെയും ദാനം ചെയ്യുമ്പോൾ എന്തുവാണ്? ദാനം ചെയ്യുമ്പോൾ ഇങ്ങോട്ടൊന്നും തിരിച്ചു കിട്ടാൻ അർഹതയില്ലാത്തവർ കൊടുക്കുകയും ചെയ്യണമെന്നാണ്. നോ പ്രിജുഡീസ്. ആരാ എന്റെ സ്വന്തം? ഇതോ ഈ മോളോ ആണോ? ഈ മോളിൽ അംഗീകരിക്കണം ഒന്നാം സ്ഥാനത്തിന്. യു ആർ ദ ജഡ്ജസ്. എന്താ കൈയടിച്ച് എല്ലാവരും പാസ്സാക്കുക. അപ്പൊ ഒന്നാം സമ്മാനത്തിൽ അർഹത 1000 രൂപ, ബാക്കി എല്ലാവർക്കും 100 രൂപ സമ്മാനം ഇപ്പോൾ തന്നെ കൊടുക്കുന്നതായിരിക്കും. അടുത്തത് ഒരു മത്സരം കൂടെ ഉള്ളൂ. മത്സരമല്ല, ഒന്ന് കൂവണം പ്ലീസ്. നമ്മുടെ മെഡിറ്റേഷൻ തുടങ്ങി, കൂവലിൽ അവസാനിക്കുന്നു. എന്തുവാ പ്രാണായാമത്തിൽ തുടങ്ങി. ഇനി പല ഒത്തിരി ഉണ്ട്. അടുത്ത മാസമൊക്കെ കാണും. എല്ലാവരും വരണം. ഇനിയിപ്പം കൂവലാണ്. എഴുന്നേറ്റിരിക്കുന്നത് എല്ലാവരും ഈ സമയത്ത് ചില നിർദ്ദേശങ്ങൾ. നമ്മൾ ഉടൻ തന്നെ ഫൈനൽ മത്സരം ആരംഭിക്കുകയാണ്. ആ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമിനെ ഇവിടെ ഇപ്പൊ പ്രഖ്യാപിക്കുന്നതാണ്. അതോടൊപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉപന്യാസ രചനാ മത്സരം, അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഇപ്പൊ ഇവിടെ കൈ ഉയർത്തണം. അവരെ നമ്മൾ താഴത്തെ ഓഡിറ്റോറിയത്തിൽ ഇതേ സമയത്ത് തന്നെ ആ മത്സരം നടക്കുന്നുണ്ടാവും. ഈ 6 ടീമിന് മാത്രം ആ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, ബാക്കിയുള്ള കുട്ടികൾക്ക് മത്സരിക്കാം. അതോടൊപ്പം തന്നെ തീരെ വിശന്ന് പോയി ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹം ഉടനെ ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ 1000 രൂപ ഒന്നാം സമ്മാനം നിസാം സാർ കൊടുക്കുകയാണ്. എല്ലാവർക്കും 100 രൂപ. ആ ചിരി മത്സരത്തിൽ കൂട്ടച്ചിരി ഒന്ന് എണ്ണ കൂട്ടിക്ക് വന്ന് മത്സരത്തിന്റെ ചൊല്ലേ
ഒന്ന് സെലക്ട് ചെയ്തേ, ഒന്ന് കൈയ്യർത്തിക്കേ. ഉപന്യാസ മത്സരം വേണ്ടേ? നല്ല മത്സരമാണ്, പങ്കെടുക്കുക എല്ലാവരും. യെസ് പ്ലീസ് പ്ലീസ്, എല്ലാവരും താഴെ ചെല്ലണം. അപ്പം അത് ഇനിയിപ്പോ തണ്ടമാസ്റ്ററാണ് ടീം ഡിക്ലെയർ ചെയ്തിട്ട് മലയാളം മലയാളം മലയാളം, ഇംഗ്ലീഷ് വേണേ ഇംഗ്ലീഷ് എഴുതാം. ദോസ് ഏതാ ഇംഗ്ലീഷ് ഉള്ളവർക്ക് ഇംഗ്ലീഷ് എഴുതാം, മലയാളം ഉള്ളവർക്ക് മലയാളത്തില് എഴുതാം. ഇന്നലെ ഞാൻ പൊങ്കച്ചന്റെ ഇംഗ്ലീഷിലൂടെ അന്വേഷിച്ച് നടക്കാൻ കിട്ടിയില്ല കേട്ടോ. മറ്റുള്ളവരുടെ പൊങ്കച്ചൻ പറയുന്നതിന് കിട്ടി, നമ്മുടെ പൊങ്കച്ചൻ കിട്ടിയില്ല. അപ്പൊ എന്തായാലും ഇംഗ്ലീഷ് ഉള്ളത് ഇംഗ്ലീഷ് എഴുതാം, മലയാളം മലയാളത്തിൽ എഴുതാം. നന്ദകുമാർ സാറിന് ഹാൻഡ് ഓവർ ചെയ്തു. വേദി അലങ്കരിക്കുന്ന ശ്രീ മോഹനൻ, മാതാജി, സിസ്റ്റർ, ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് ആദ്യത്തെ സന്തോഷം ഒരു ഉദ്ഘാടനം ആവശ്യമില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സന്തോഷം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ സന്തോഷം അധികം സംസാരിക്കേണ്ട, അവർ കളിക്കാൻ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഗെയിംസും കലാപരിപാടികളും ഒക്കെ. അപ്പോൾ സന്തോഷം, നിങ്ങൾക്ക് അങ്ങനെ കളിക്കാൻ തോന്നിയല്ലോ. പക്ഷെ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുടെ നടുക്ക് അങ്ങനെ നട്ടം തിരിഞ്ഞിരിക്കുന്ന സമയത്ത് അല്പസമയം സന്തോഷമായിട്ട് കലാപരിപാടികളും കളികളും ഒക്കെ ആയിട്ട് ഒരു മണിക്കൂർ ചെലവഴിക്കാൻ തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും വളരെ ഒരു നല്ല കാര്യമാണ്. സിസ്റ്റർ പറഞ്ഞതുപോലെ പലർക്കും പല രീതിയിൽ സഹായിക്കാൻ കഴിയും. സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, ആഹാരം കളയുന്ന കാര്യം. അപ്പൊ ഞങ്ങളൊക്കെ കൊച്ചു കുട്ടികളായിരുന്നപ്പോൾ മുതിർന്നവരെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കും. അതിൽ എൻ്റെ അച്ഛൻ നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന, അച്ഛന് ഭയങ്കര തിരക്കാണ്, എപ്പോഴും ഇങ്ങനെ ഓടി നടക്കുക. അപ്പൊ ഞങ്ങള് കളിയായിട്ട് പറയുമായിരുന്നു, അച്ഛൻ പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒന്നിച്ചാണ് എപ്പോഴും. അച്ഛനും അമ്മയും ഞങ്ങൾ കുട്ടികളും ഒന്നിച്ചാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഓടുകയാണ്, കോളേജിലേക്ക് ഓടാൻ സമയമായി എങ്കിലും 8:30 തൊട്ട് 9 വരെയുള്ള സമയം അത് ഞങ്ങളുടെ കൊച്ചു കുടുംബ യൂണിറ്റിന് വേണ്ടിയാണ്. അപ്പൊ അച്ഛന് ഒരു കാര്യമേ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, ആഹാരം കളയരുത്, ആവശ്യമുള്ളത് എടുത്തോണം, എടുത്തത് തീർക്കണം. ഇതായിരുന്നു അച്ഛൻ്റെ ഒരേ ഒരു നിർബന്ധം. അത് വളരെ ശ്രദ്ധയായിട്ട് ഞാൻ ഇത്രയും വർഷം അതനുസരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ എല്ലാം തൂത്ത് തുറച്ച് വൃത്തിയാക്കാൻ പാടില്ല. എന്താ ഇവർക്ക് വീട്ടിലില്ലേ അങ്ങനെ പറയുന്ന ആൾക്കാരെയും എനിക്കറിയാം. പക്ഷെ എൻ്റെ ഇലയിൽ കഷ്ടിച്ച മുളകിൻ്റെ വാലും 2 ഉപ്പുമേ ബാക്കി വരാറുള്ളൂ. അങ്ങനെ അത്ര വൃത്തിയായിട്ടാണ് ഞാൻ ദിവസവും ഊണ് കഴിക്കുന്നത്. അപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി, നിങ്ങൾ അതുപോലെ ചെയ്യുന്നു. ഇന്നിപ്പോൾ പ്രത്യേകിച്ചും നമ്മളൊരു ഹോട്ടലിൽ പോയി, ഒരു ബുഫയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, പ്ലേറ്റ് നിറച്ചിങ്ങനെ കുന്നുപോലെ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ പകുതി കളയും. നമുക്ക് 2ാമത് 3ാമത് പണിക്ക് പോകാമല്ലോ. അപ്പം നമ്മൾ ഈ കളയുന്ന ആഹാരം, അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, വൈ ഷുഡ് ഐ തിങ്ക് ഓഫ് ദി സ്റ്റാർവിംഗ് മില്യൺസ്? ഞാൻ ഈ കളയുന്ന ആഹാരം അത് അവർ കഴിക്കാൻ പോകുന്നു, ഞാനിപ്പോൾ ഇത് കഴിച്ചിരുന്നെങ്കിൽ അവർക്കത് കിട്ടുമായിരുന്നു. എൻ്റെ ഈ കളയുന്ന ആഹാരം കൊണ്ടാണോ വേറൊരാൾ വയറ് നിറയ്ക്കാൻ പോകുന്നതാണോ? അതല്ല. പക്ഷെ ആഹാരം എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അത് ഭഗവാനോട് നിവേദ്യം കൊടുക്കുന്ന പോലെ നമ്മളത് അനുഭവിക്കണം. അപ്പം എനിക്കതിൽ വളരെ സന്തോഷം തോന്നി. ഇപ്പോഴ് നമ്മുടെ ഈ യൂട്യൂബ് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എടുത്ത് കാണുകയാണെങ്കിൽ ചിലവെന്ന് പറഞ്ഞാൽ തല മറിഞ്ഞ് കിടന്നാണ് ചിലവ്. ഇതൊക്കെ കാണുമ്പം ഇത് എന്താണെന്ന് അതിശയിച്ചു പോകും. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും കൊട്ടാരത്തിലല്ലേ വളർന്നത്, ഇവരൊക്കെ വളരെ ഗംഭീരമായിട്ട് സ്വർണ്ണ തട്ടത്തിലായിരിക്കും ഉണ്ടുന്നത്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ വേലകഷ്ണത്തിലാണ് ഉണ്ടുന്നത്. നമ്മൾ വളരെ അങ്ങനെ ആഭരണങ്ങളും വേഷഭൂഷണാദികളും ഇങ്ങനെ ഒന്നുമല്ല. ഞങ്ങൾ വളരെ സാധാരണ രീതിയിൽ ഒരു സാധാരണമായിട്ടുള്ള ഒരു മലയാളി കുടുംബം എങ്ങനെ വളരുന്നു അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ വളർത്തിയിട്ടുള്ളത്. ചിത്രാൽ മഹാരാജാവ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഉപദേശം, എല്ലാവരും കൊച്ചു കൊച്ചു ഉപദേശങ്ങളാണ്. അപ്പം അമ്മാൻ എപ്പോഴും പറയും, നമുക്കൊരാളെ പറ്റി ഒരു നല്ലത് പറയാൻ സാധിക്കുമെങ്കിൽ പറയുക, സന്തോഷത്തോടെ പറയുക.
അല്ലാതെ ഒരു ചീത്ത കാര്യം പറയണമെന്ന് തോന്നുകയാണെങ്കിൽ മിണ്ടാതിരിക്കുക. ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ ഈ ഓരോ ചാനലുകളും നോക്കിയാലും ചീത്തയായിട്ട് പറയുന്നതിലാണ് കൂടുതൽ മിടുക്ക്. നമുക്ക് വിഷയം അറിയാമെങ്കിലും അറിയാമെങ്കിലും ഒരു ക്രിറ്റിസിസം പറയുകയാണെങ്കിൽ നമ്മൾ എന്തോ വളരെ കേമനായി എന്നാണ് ആൾക്കാരുടെ വിചാരം. അപ്പൊ ആ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ, അതെങ്ങനെയോ അവർ ജീവിച്ചോട്ടെ, നമുക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട, അവർ ജീവിച്ചോട്ടെ. ഇപ്പൊ ഒരു കല്യാണം വന്നു, കല്യാണത്തിന് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ക്ഷണക്കത്ത്, ഇപ്പൊ ക്ഷണക്കത്തല്ല, എൻസൈക്ലോപീഡിയ പോലെ ഒരു കെട്ട്, ഒരു പുസ്തകം പോലെയാണ് കൊണ്ടുവരുന്നത്. വോള്യൂം 1, 2, 3, 4 അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ ഞാനിതൊക്കെ എടുത്ത് നോക്കിയപ്പോഴ ആദ്യത്തെ കാർഡിൽ എഴുതിയിരിക്കുന്നു ഹൽദി. ഈ ഹൽദി എന്ന് വെച്ചാൽ മഞ്ഞൾ തേക്കുക. മഞ്ഞളൊരു ദിവ്യ ഔഷധമാണ്. ഇതെല്ലാം അരച്ച് കലക്കി തേച്ച് കളയുന്നത് കഷ്ടമാണ്. എന്തായാലും അത് രണ്ടാമത്തെ ദിവസം ഉണ്ട് മെഹന്തി. ഈ മെഹന്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു മൈലാഞ്ചി അരച്ച് അത് പെൺകുട്ടിയുടെ വീട്ടിലുള്ള കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്ന് വന്നിരുന്ന് മൈലാഞ്ചി ഇടുക. ഇപ്പൊ അങ്ങനെയല്ല, ബ്രൈഡ് റൂമിനും കൂടെ മൈലാഞ്ചി. ഇന്നാലെ അത് ബ്രൈഡ് റൂമിനെ കണ്ടു, ഒരു മയില് കയ്യില്. അപ്പൊ അത് മെഹന്തിയാണ്. പിന്നെ മൂന്നാമത്തെ ദിവസമോ സംഗീത്. ഈ സംഗീതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എത്രയും ഉറച്ച് എത്രയും ശബ്ദം കൂടുന്നു അത്രയും കേമം. അങ്ങനെയായിട്ട് സ്റ്റേജിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ ചാടുക, അതാണ് സംഗീതം. പിന്നെ നാലാമത്തെ ദിവസം കല്യാണം. അതൊരു മിശ്ര വിവാഹമാണെന്ന് ഇരിക്കട്ടെ. ഒരു നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും ആണെങ്കിൽ രാവിലെ ഒരു രീതിയിലുള്ള കല്യാണം, വൈകിട്ട് വേറൊരു രീതിയിലുള്ള കല്യാണം. ഇത് കഴിയുമ്പോൾ ഒരു കുടുംബം തീർന്നു. അവർക്ക് ധനശക്തി ഉണ്ടെങ്കിൽ അവർ ക്ഷീണിച്ച് അവരൊരു റെസ്ക്യൂറിന് പോകേണ്ട സ്ഥിതിയായി. അപ്പൊ ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നൊന്നും നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? എല്ലാവർക്കും നല്ലതായിട്ട് കുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പൊ അതിന് ഇങ്ങനെ ചെലവാക്കണോ? നമ്മൾ കണ്ടിട്ടുണ്ട് അടുത്ത കാലത്ത് ചില കല്യാണങ്ങളിലൊക്കെ ഓരോ മാലയുടെ ഒരു പാവാടയ്ക്ക് 5 ലക്ഷം. ഈ പാവാട പിന്നെ എപ്പോൾ കൊടുക്കും? ഈ 5 ലക്ഷത്തിന്റെ പാവാട ചിലപ്പോൾ 5 ലക്ഷം കാണൂല, ചുമ്മാ പറയുന്ന അത് പറഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ പണം ഉണ്ടെങ്കിൽ, പണ്ട് 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, പൊന്നും പണങ്ങളും ഉണ്ടെന്ന് വെച്ചിട്ട് കല്ലിലും ഉള്ളിലും തൂങ്ങി തുടങ്ങല. ഇത് 2ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ഇതുമാതിരി ധനശക്തി ഉള്ളവര്, അത് കുറവായിട്ടുള്ളവരെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് 10 പേര് അറിയാൻ വേണ്ടിയല്ല, പേപ്പറിൽ ഇടാൻ വേണ്ടിയല്ല, കുറേ പേര് സംസാരിച്ച് അവർക്ക് പ്രശംസിക്കാൻ വേണ്ടിയല്ല. നമുക്ക് ആർക്കെങ്കിലും ഒരു കൈ നീട്ടാൻ സാധിക്കുമെങ്കിൽ അതൊരു പുണ്യമാണ്. അത് നമ്മുടെ ഡ്യൂട്ടി അല്ല, നമ്മുടെ പ്രിവിലേജാണ്, നമ്മുടെ അനുഗ്രഹമാണ് എന്ന് കരുതി ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് നിങ്ങളെന്ന് അറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നും നിങ്ങളൊരു കുടുംബമായിട്ട് തന്നെ. അഭിപ്രായ വ്യത്യാസമുള്ള കുടുംബത്തിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് 1 വയസ്സേ ആയിട്ടുള്ളൂ, ഇങ്ങനെ നമ്മളുടെ സമയമുണ്ട്. ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ പല അഭിപ്രായങ്ങളും വരും. ഇപ്പോൾ ആദ്യത്തെ വർഷമായി ഇതുപോലെ നല്ല രീതിയിൽ എല്ലാം നടന്നുകൊണ്ട് പോട്ടെ. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കണം, തീർച്ചയായിട്ടും കേൾക്കണം. അതിൻ്റെ അഭിപ്രായം നമ്മളോട് യോജിച്ചില്ലെങ്കിൽ നമ്മളത് കേൾക്കണം. കേട്ട് മനസ്സിലായി അതിന് ഒരു ഒരു ശ്രദ്ധ കൊടുക്കണം. ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കും നമ്മുടെ ഐഡിയക്കാട്ടിൽ കുറച്ചുകൂടെ നല്ലത്. തീർച്ചയായിട്ടും നല്ല രീതിക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും, ഇത് നിങ്ങളുടെ തറവാടാണ്, നിങ്ങളുടെ കുടുംബ വീടാണ്, നിങ്ങളുടെ കുടുംബാംഗങ്ങളെയാണ് നിങ്ങൾ സഹായിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് നല്ല രീതിക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജഗദീശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അമ്മൂമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എൻ്റെ എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നു. ഈ ഒരു കുടുംബ സദസ്സിൽ നമ്മുടെ ഒരു അമ്മയായിട്ട് വന്നിട്ട് ചില കാര്യങ്ങൾ തമ്പുരാട്ടി നിർദ്ദേശിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും
ഞങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. ഇന്നിവിടുത്തെ ഉപന്യാസ വിഷയത്തിന് ഒരു ചെയർമാൻ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട്. അതിൽ കൊടുത്ത വിഷയം തന്നെ മിതത്വം പാലിച്ച്, ആഡംബരം കുറച്ച്, പൊങ്ങച്ചം കുറച്ച്, ഉപയോഗമില്ലാത്ത സാധനം ഉപയോഗിച്ച് എങ്ങനെ ദാനം ചെയ്യാം. അതിൽ ഏകദേശം 10-35 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള ടീമിൽ നടത്തി. റിസൾട്ട് വന്നിട്ടില്ല. പങ്കെടുത്ത എല്ലാവർക്കും 100 രൂപ സമ്മാനം നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ലോകത്ത് ജന്മം കിട്ടിയെങ്കിൽ ഈ ജന്മത്തിൽ സുഖവും ദുഃഖവും ആരും സൃഷ്ടിക്കുന്നതല്ലെങ്കിലും ഒരു കൂട്ടർക്ക് സുഖവും മറ്റൊരു കൂട്ടർക്ക് ദുഃഖവും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുതൽ RCC വരെയുള്ള സ്ഥലത്ത് വെറുതെ ഏത് സമയത്തൊന്ന് നടന്നു പോയാൽ അല്പം അന്നത്തിന് വേണ്ടി, അല്പം മരുന്നിന് വേണ്ടി. പണ്ട് ദാരിദ്ര്യ ദുഃഖം എന്ന് പറയുന്നത് വീട്ടിലെ ഇല്ലായ്മ, അല്ലെ കഞ്ഞി വെക്കാൻ വക ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കഴിഞ്ഞ 30 വർഷമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ഈ ക്യാൻസർ, ഏതെല്ലാം രൂപത്തിലുള്ള ക്യാൻസറുകൾ, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി, ത്വക്ക് രോഗം, ഇങ്ങനെ അസുഖങ്ങളുടെ പരമ്പര കൊണ്ട് ഒരാൾക്കും ജീവിക്കാൻ വയ്യാത്ത സാഹചര്യവും. ഇതേ മറുപക്ഷത്ത് തമ്പുരാട്ടി പറഞ്ഞ മാതിരി നമുക്കുള്ളത് കൊണ്ട് എന്തും കാണിക്കാം. ഇനിയിപ്പോൾ അവസാനം വന്നിങ്ങനെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങാണ്. അപ്പം ഞാൻ ചിലപ്പോഴത്തേക്കും ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് സ്വർഗത്തിൽ കൊണ്ട് നടത്താൻ ആൾക്കാരെ കാണുമോ? സമ്പത്തിൻ്റെ ദൂർത്തും അല്ലേ, നമുക്കുള്ളത് കൊണ്ട് എന്തും ചെയ്യാം. അത് എന്തിനെ എന്ന് തിരിച്ച് നമുക്ക് ചോദിക്കാനുള്ള ചിന്ത വരുന്നില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിലെല്ലാം ഭഗവത്ഗീതയുടെ ഒരു കോപ്പി കൊടുത്തിട്ട് സംഖ്യായോഗത്തിൽ നമ്മളൊരു സ്ഥാനത്തെത്തുമ്പോൾ, അത് രാഷ്ട്രീയമാണെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു മാതാവോ പിതാവോ ആരാണെങ്കിലും നമുക്കോരോ യോഗ്യതകൾ, ഉത്തരവാദിത്തങ്ങളുണ്ട്. യോഗ്യതകളും ഉത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ അധികാരം വരുന്നവരും ഇല്ലാതാകുമ്പോൾ അവരുടെ സ്വാർത്ഥത കൊണ്ട് മറ്റുള്ളവർക്ക് വേദന. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി ട്രാവൽ ചെയ്യുന്ന 1ാം ദിവസം എനിക്ക് എന്താണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്? ഒരു ശവസംസ്കാര ചടങ്ങിന് വേണ്ടി സേവാഭാരതി ഉപയോഗിക്കുന്ന ചിതാഗ്നി എന്ന് പറയുന്ന പെട്ടി ഒരു ദഹനം കഴിഞ്ഞതിന് ശേഷം അത് കൊണ്ടുപോകാൻ ഒരു വണ്ടിക്കാരും തയ്യാറില്ല. അങ്ങനെ കൊണ്ടുപോയാൽ 2 ഇരട്ടി പൈസ കൊടുക്കണം. അപ്പം നമുക്ക് തോന്നും ഈ ലോകത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ അശുദ്ധമാണെന്നും, അല്ലെ ദേഹവും ദേഹിയും തമ്മിൽ രണ്ടായിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അശുദ്ധവും അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്നും, ശരീരത്തിലെ ഖരവസ്തുക്കൾ കൊണ്ടും ദ്രാവക വസ്തുക്കൾ കൊണ്ടും നിർമ്മിച്ച ആ ഒരു സാധനം ശരീരത്തെ എനർജി കൊടുക്കുന്ന പ്രാണൻ, അതാണ് ശ്വസനക്രിയ. ആ പ്രാണൻ നമ്മളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് മരണം. അതിനെ സ്വച്ഛന്ത മൃത്യുവാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന നമ്മുടെ സഹസ്രാർത്ഥികളുടെ ആത്മാ സ്വച്ഛന്ത മൃത്യു. നമുക്ക് ഇഷ്ടം മൊത്തം തിരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ വിരക്തി അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ടു എനി മെറ്റീരിയലിസ്റ്റിക്, ഇതാണ് നമ്മുടെ സന്യാസി യോഗത്തിന്റെ അവസാനം. അപ്പോൾ അതൊന്നും എത്തിയില്ലെങ്കിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള കളയാൻ പോകുന്ന കാര്യം, അല്ലെ നമ്മളിപ്പം 5 ലക്ഷം രൂപയുടെ സാരിക്ക് പകരം 50,000 രൂപയുടെ സാരി വാങ്ങിച്ചാൽ കൊള്ളത്തില്ലേ? 100 രൂപയുടെ ഷർട്ട് ഉപയോഗിക്കുന്നില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം 100 രൂപയുടെ ഷർട്ട് വാങ്ങിച്ചു. എന്താ കട ചോദിക്കാൻ പറയുന്നത്? 13 രൂപയ്ക്ക് ഇന്നും ബീഹാറിൽ ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. ഇവിടുന്ന് കൊണ്ടിക്കൊണ്ടിരുന്ന കടക്കാരുണ്ട്, ഞങ്ങൾ വാങ്ങിച്ചാണ്. അപ്പം നമ്മളാണ് എന്തെങ്കിലും 1 ലക്ഷം രൂപ ഉണ്ടെങ്കിലും 5 ലക്ഷം ഉണ്ടെങ്കിലും 10 ലക്ഷം ഉണ്ടെങ്കിലും ഇപ്പുറത്ത് അല്പം ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ അത്യാവശ്യം ഒന്ന് RCCയിൽ ഒരു ടീമോയ്ക്ക് വേണ്ടി പോകാനുള്ള വണ്ടിക്കൂലി ഇല്ലാത്ത ഒരു സ്റ്റേജ് ഞാനിത് കുറേ സ്ഥലങ്ങളിലായിട്ട് കുറേ കാലങ്ങളായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും വേദനയും സങ്കടവും നമുക്ക് മാറ്റാൻ പറ്റില്ലെങ്കിൽ കൂടി അണ്ണാറ കണ്ണനും തന്നാലായതില്ലേ. അപ്പോൾ ശ്രീരാമന് ഇങ്ങനെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ശ്രീരാമൻ നേരിട്ട് രാവണനോട് ഏറ്റുമുട്ടാൻ പോയില്ല. പോയിരുന്ന സമയത്ത് ധാരാളം മോക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട്. ശബരിയാണെങ്കിലും ബാലിസുഗ്രീവന്റെ കഥയെടുത്താലും ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. നമ്മുടെ ചടയമംഗലത്തോടൊക്കെ പോകുമ്പോഴൊക്കെ എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതേപോലെ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിലും കുറേ പേർക്കെങ്കിലും മോചനം കൊടുക്കാനുള്ള ശക്തി ഓരോരുത്തർക്ക് തന്നിട്ടുണ്ട്. അത് 10 രൂപയും 100 രൂപയും 1000 രൂപയും ആകാം. അതോടൊപ്പം പാലിയേറ്റീവ് കെയർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സ്വാതന്ത്ര്യ ചികിത്സാ പദ്ധതിയിൽ ഇപ്പം ഞങ്ങളൊക്കെ കൂടിയിട്ട് സേവാശക്തി ഫൗണ്ടേഷൻ്റെ വകയായിട്ട് 80 വാഹനങ്ങൾ കഴിഞ്ഞ
3 വർഷമായിട്ട് കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം 20 വാഹനം കൂടി നമ്മൾ കൊടുക്കാൻ പോവാണ്. അതിനകത്ത് ഞാനെന്നുള്ള ഒരാളില്ല, നമ്മളാണ്, എല്ലാവരുമാണ്. ദുഃഖത്തിൽ കിടക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കാറുണ്ട്. ഒരാൾ മരിക്കാറായി, കീമോ കഴിഞ്ഞ് ഡിക്ലെയർഡ് ഡെത്ത് ആയിട്ടില്ല, പക്ഷെങ്കിൽ അത് മുതൽ ആ വീട്ടിൽ കിടന്നിട്ട് അനുഭവിക്കുന്ന നരകയാതനയുടെ ഒരു ചിത്രം നമുക്ക് വേണേൽ ചിത്രീകരിക്കാം. അവരുടെ മനസ്സിൽ വരുന്ന വികാരങ്ങൾ, അവരാകുന്ന കാലത്ത് മക്കളെ വളർത്തി അവർക്ക് എങ്ങനെയോ ഇങ്ങനെ ഒരു അസുഖം പിടിപെട്ടു. ഒരുപക്ഷെ മക്കൾ അവരെ നോക്കുന്നില്ലായിരിക്കാം, ആരും നോക്കുന്നില്ലെങ്കിൽ കൂടി അവർക്കും ഈ ലോകത്തിൽ മരിക്കുന്നവരെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് സമൂഹത്തിന്റെ ചുമതലയാണോ അതോ നമുക്ക് വേറൊരാളിലേക്ക് ചുമതല, ഗവൺമെന്റിലേക്കാകാം അല്ലെ വേറെ ആളിലേക്കാകാം. അതുകൊണ്ടാണ് ഭഗവാൻ അവസാനം ഈ മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ഭാഗത്ത് ഒരു കഥ പറയുന്നുണ്ട്. ആ കഥയുടെ സാരാംശം ഇതാണ്. കലിയുഗം എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഭഗവാന് പറയും, ഇങ്ങനെ അമ്പെടുത്ത് എഴുതിയിട്ട് നോക്കാൻ പറയും. ആദ്യ ഭാഗത്ത് ചെല്ലുമ്പോൾ കാണുന്നത് 4 കിണർ കവിഞ്ഞൊഴുകും, 1 കിണർ പൊട്ടക്കിണർ. അപ്പൊ ഈ പൊട്ടക്കിണറ്റി ഒഴിക്കാനുള്ള വെള്ളമെങ്കിലും അധികമുള്ള വെള്ളത്തിൽ നിന്ന് ഒടുക്കണം എന്ന് നമ്മൾ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദുഃഖം ഈ ലോകത്തിന്റെ ഭാഗമാണ്, കലിയുഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ കവിഞ്ഞൊഴുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 25 വർഷമായിട്ട് അല്ലെങ്കിൽ 30 വർഷമായിട്ട് ഇവിടെ സ്വർണ്ണത്തിന് വില കൂടി, വസ്തുവിന് വില കൂടി, ശമ്പളം കൂടി, അങ്ങനെ എല്ലാം കൂടിപ്പോയി. ജീവിത സൗകര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇരുന്ന് ലോകം മുഴുവൻ കാണാവുന്ന സ്ഥിതി വരുമ്പോഴും ആർഭാടങ്ങളൊക്കെ കൂടി വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മറുഭാഗത്ത് ആ ഒന്നുമില്ലാത്തവര്, ആരുമില്ലാത്തവര്, അത് ഭിന്നശേഷിക്കാര്, നമ്മുടെ സക്ഷമ സംഘടനയുടെ പ്രവർത്തകർ ഇവിടേക്കുണ്ട്. അപ്പോൾ ഭിന്നശേഷിക്കാരുടെ ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെ നമ്മൾ വീട്ടിൽ കിടക്കുന്ന ഒരു രോഗി അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചെവിയേക്കാത്തവര്, സംസാരിക്കാത്തവര്, ഇങ്ങനെ നമ്മുടെ ചുറ്റിനുമുള്ള ഒന്നിനും കാണാതെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ച് എന്താണ് ആർഭാടം നടത്തി അവസാനം മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്കെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ 12-ാം അധ്യായത്തിൽ പറയുന്നു, പത്തിയോഗത്തില് 35 ഗുണങ്ങളോടുകൂടി അല്ലാതെ ആ ഈശ്വരനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ പ്രാർത്ഥനയായിട്ട് ആ ഒരു പാട്ടിനകത്ത് അവസാനം പറയുന്നു, സ്നേഹത്തിലും ഹൃദയത്തിലും കാണുന്ന ഈശ്വരന് തുല്യമായിട്ട് അപ്പൊ ആരുമില്ല. ഭഗവാനും ഭഗവതിയും നമ്മളാണ്. ഈ ഭഗവാനും ഭഗവതിയും നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യത്വം, ഹ്യൂമാനിറ്റി, അത് എന്തെങ്കിലും അന്ധവിശ്വാസത്തിന്റെ അടിയിലാകാതെ ഹ്യൂമാനിറ്റിയുടെ അടിയിലാകണം. ബാക്കി അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ ആചാരങ്ങൾ എന്ന് പറയുന്ന സമയത്തും ഈ ആചാരങ്ങളെ വെച്ചുകൊണ്ട് എന്തും ചെയ്യാം. ഇപ്പൊ തോന്നയ്ക്കൽ അമ്പലത്തിൽ ഞാൻ വരുന്ന വഴി കാണുന്നു, തോന്നയ്ക്കൽ കുമാരനാശാന്റെ നാട്ടിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ അത് കാണുമ്പോഴത്തേക്ക് അലങ്കാരങ്ങള് 2 രീതിയിൽ. ഇപ്പൊ 41 ലക്ഷദീപം, വിളക്കുകൾ 1000 കത്തിക്കുന്നു, 1000 തുട എണ്ണ, 1000 തിരികള്, അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ എത്ര? അപ്പൊ പണ്ടൊക്കെ ക്ഷേത്രങ്ങളില് ആര് നടും? ഓസോൺ പ്രൊഡ്യൂസ് ചെയ്യും, O3 ആണ്. അത് ഓക്സിജൻ കൂടുതൽ സമാജത്തിന് വേണ്ടി സൊസൈറ്റി കൊടുക്കാനുള്ളതാണ്. ഇന്നതിന് പകരം ഏറ്റവും കൂടുതൽ കാർബൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ദൈവത്തെ കാണാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം LED ലൈറ്റ് എന്ന് പറയുന്ന സാധനം എല്ലാ ദൈവങ്ങളെയും LED കൊണ്ട് പൊതിഞ്ഞിട്ട് അത് 0.5 വാട്ട് ആണെങ്കിൽ പോലും ഇത്രയും ലാബുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എത്ര? അപ്പൊ ആഗോള താപനില കുറയ്ക്കാൻ വേണ്ടി UN-ന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ദുബായിൽ വന്നിട്ട് ഇങ്ങനെ സമ്മേളനം നടത്തുകയാണ്. ഇനി ഒരു 1.5 ഡിഗ്രിയോ 2 ഡിഗ്രിയോ കൂടിക്കഴിഞ്ഞാല് ഇവിടുത്തെ സസ്യങ്ങളൊന്നും പൂത്താൽ കായ്ക്കത്തില്ല. അന്റാർട്ടിക്കിലെ ഐസ് ഉരുകിയാല് എന്താണ് ഭയാനക വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഇതൊന്നും നമുക്ക് ബാധകമല്ല. അത് ഭഗവാനും ഭഗവതിക്കും ഈശ്വരന് വേണ്ടിയിട്ടും നമ്മുടെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ മതമെന്നോ ജാതിയെന്നോ ഒക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഇന്ത്യയുടെ GDP-യുടെ 4 ഇരട്ടിയാണ് ചൈനയുടെ. ഒരു മതങ്ങൾ, ഒരു അമ്പലവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ തൊഴിൽ അവർക്കുണ്ട്. കർമ്മയോഗം ഭഗവത്ഗീത എഴുതിയിട്ടുണ്ട്. നിഷ്കാമ കർമ്മം ചെയ്തിട്ട് നമ്മൾ ഈ ലോകത്തിനെ സേവിക്കണമെന്നാണ് പറയുന്നത്. അതിൽ നിന്നെല്ലാം നമ്മൾ മാറിയിട്ട് നമുക്കുള്ളത് കൊണ്ട് രാവിലെ ബേക്കിംഗ് ആണ്, എന്തെങ്കിലും പോയി തരണേ ഫ്രീ ആയിട്ട്. എന്നാൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമ്മളിൽ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോ ഈ കുടുംബ സംഗമത്തിലൊരു ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചു തമ്പുരാട്ടി എന്താണ് സേവാശക്തി ഫൗണ്ടേഷൻ ചോദിക്കുന്ന സമയത്തും നമുക്ക് പറയാനുള്ളത് അല്ലെ മാതാജി. അപ്പം ഇവരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്നവർക്കും നമ്മുടെ വേദിയിരിക്കുന്നവർക്കൊക്കെ എന്താണ് സേവാശക്തി ഫൗണ്ടേഷൻ എന്ന് അറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞാണ് നമ്മൾ വീക്ഷിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഹെൽത്ത് ഉണ്ട്. അത് കണ്ണ് കാണുന്നവർക്ക് അറിയാം അല്ലേ, കണ്ണ് കാണാത്ത വിഷമം കാണണം. ചെവി ഏക്കാത്തവർക്ക് അറിയാം അവരുടെ വിഷമം. ചെവി ഏക്കുന്നവര് അത് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഓരോന്നും നഷ്ടപ്പെടുമ്പോൾ അതിന്റെ വില അറിയാം.
അല്ലെ വൈകല്യങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോഴറിയാം നമ്മൾ ചിരിച്ചു തുടങ്ങും. മറ്റേ ഈഗോയാണ്, അഹങ്കാരമാണ്. അപ്പൊ നമ്മളെ ഭഗവാനോട് അടുപ്പിക്കുന്നത് എന്താണ്? ഈഗോ, കാമക്രോധ, ലോഭ, മോഹ, മതമാത്സര്യങ്ങൾ, ഈ ടെമ്പറമെന്റ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനായിട്ട് മാറി. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ഇക്വേഷൻ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മനുഷ്യൻ മൈനസ് അഹങ്കാരം ഈസ് ഈക്വൽ ടു ഈശ്വരൻ. ആ അഹങ്കാരത്തിൽ നിന്നും നമ്മൾ ഓരോന്നിനെ എന്താണ് ഇങ്ങനെ പൊക്കി പൊക്കി പറയുമ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു ലോകം ഇവിടെ ഉണ്ട് എന്നുള്ള സത്യം, പരമായിട്ടുള്ള സത്യം മനസ്സിലാക്കാനുള്ള മനസാക്ഷി, അതാണ് മനുഷ്യത്വം, ഹ്യൂമാനിറ്റി. അതിനു മേലുള്ള ഒരു സംഗതികളും ലോകത്തില് ഇല്ല. അപ്പൊ നമുക്ക് ഞാൻ പറയും, ഇപ്പം ധനത്തെ ദാനം കൊണ്ട് ശുദ്ധീകരിക്കാം, മനസ്സിനെ ധ്യാനം കൊണ്ട് ശുദ്ധീകരിക്കാം. അപ്പം നമുക്ക് ഇതിനെ എല്ലാം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ പുരാണങ്ങളിലും ചാണക്യനും ഒക്കെ. കലിയുഗത്തിൽ ദാനം മാത്രം അനുഷ്ഠാനം, ദാനം മാത്രം അനുഷ്ഠാനം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സദസ്സില് 166 പ്രാവശ്യം രക്തം കൊടുത്ത 166 പ്രാവശ്യം രക്തം കൊടുത്ത മഹത് വ്യക്തിയുടെ ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ധാരാളം പേരെ പരിചയപ്പെടാനുണ്ട്. അത് കുടുംബ സംഗമത്തിൽ അവർക്കൊക്കെ സംസാരിക്കാനും അവരുടെയൊക്കെ പ്രത്യേകത സ്വഭാവങ്ങള് ഇങ്ങനെ പറയുകയും ചെയ്യും. അപ്പൊ എനിക്കൊരാൾക്ക് 10,000 രൂപ കൊടുക്കാമെന്നുണ്ടെങ്കിൽ 10 പേര് കൂടിയാലും 1000 രൂപ 10,000 കൊടുക്കാൻ പറ്റത്തില്ലേ? കൊടുക്കാം. ആ ചിന്ത നമ്മളെ വളർത്തണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഭാഗ്യം വേണം, യോഗം വേണം, ഈശ്വരാധീനം വേണം. ആ ഈശ്വരാധീനത്തെ നമ്മൾ ക്വാളിഫൈഡ് ആകണം. അതാണ് സാംഖ്യയോഗത്തിൽ നമ്മൾ ഓരോന്നും യോഗ്യത നേടുക. നമ്മുടെ മനസ്സാവാച കർമ്മണ ചെയ്യുന്ന ചിന്തകള്, അല്ലെ ചിന്തിക്കുന്ന ചിന്തകള്, പറയുന്ന വാക്കുകള്, ചെയ്യുന്ന പ്രവൃത്തികള്, ഈ പ്രവൃത്തിയില് ദാനമുണ്ടോ? എല്ലാം ഇന്റർലോക്കെല്ലാം ബൈപ്പാസായി. പിന്നെ ധ്യാനം വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഭഗവത്ഗീതയിലെ വൈരാഗ്യം, അഭ്യാസം 2 വാക്കുകൾ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കാണുന്ന എല്ലാ വിഷയസുഖങ്ങളും, എത്ര ആഹാരം കഴിച്ചാലും, എത്ര വലിയ വീട് വെച്ചാലും, എത്ര വലിയ വാഹനത്തെ കയറി നടന്നാലും, നമ്മൾ ഇന്ന് നമ്മളെ പൊക്കി പറയാൻ അല്ലെ നമ്മുടെ ഈ ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളുന്ന ഓരോ കാര്യങ്ങളും അത്ര വലിയ ഗുണമുള്ള കാര്യമൊന്നും. ഇതെല്ലാം മിഥ്യയാണ്. സത്യമായിട്ടുള്ളത് ആത്മാവാണെന്നും ആത്മാവിനെ കാണാനുള്ള ഒരു അവസരം ദാനത്തിലൂടെ നമുക്ക് തരുന്നു. അതാണ് ഭഗവത്ഗീതയെ പറ്റി ഇവിടെ ഈ ഇതില് ഒരു മതത്തിന്റെ ഗ്രന്ഥമായിട്ട് ഒന്നും അല്ല ഇവിടെ ഭഗവത്ഗീത രാവിലെ മുതൽ അത് അവതരിപ്പിച്ചത്. ഞാൻ എല്ലാ ദിവസവും ഭഗവത്ഗീതയിൽ ഒരു പേരെടുത്ത് വെച്ച് വായിക്കുമ്പോൾ എനിക്ക് ആശയങ്ങൾ കാണുമ്പോൾ ഈ ഭാരതീയർക്ക്, ഈ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഈ ഒരു ഗ്രന്ഥം വായിക്കാനോ പഠിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള അവസരം ഏതെങ്കിലും കാരണം നിഷേധിക്കപ്പെട്ടെങ്കിൽ ഇനി നമ്മൾ സ്വയം, നമുക്ക് ഗുരുക്കന്മാരില്ല, നമ്മളാണ് ഗുരു. അപ്പൊ ആ ഗുരു സ്വയം നല്ല മുന്നേറിക്കൊണ്ട് ലോകത്തിലെ ഇത്രയും തയ്യാറെടുത്ത് വരുമ്പോഴും ഇതിനൊരു നിയമസംഹിതയൊന്നും ഇല്ലെങ്കിലും നമ്മൾ സാധാരണ പറയും, നിങ്ങൾ അഭ്യാസത്തിന്റെ ഭാഗമായിട്ട് 1000 രൂപ വെച്ചൊരു മാസം ഇട്ട് അല്ലെങ്കിൽ ഒരു വർഷം ഒരു 10,000 രൂപ ഇടുമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്കുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ആണ് അവിടെ സംഭവിക്കുന്നത്. ആ ഹോർമോൺ ചേഞ്ചസിനാണ് ദാനം അഭ്യാസമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ അതിൽ കൂടി നേടുന്ന എനർജി ലെവല്, അതിൽ കൂടിയാണ് ഈശ്വരൻ ഇങ്ങോട്ട് വരുന്നത്. ആ കണ്ണുനീരൊപ്പാന്, വേദനിക്കുന്നവനെ ഒന്ന് ആശ്വസിപ്പിക്കാന്, ഒരു കുളിപ്പിക്കാതെ കിടക്കുന്ന ഒരു രോഗിയെ എടുത്തിട്ട് നമ്മുടെ പാലിയേറ്റീവ് നേഴ്സ് പോയിട്ടൊന്ന് കുളിപ്പിക്കുമ്പോഴത്തേക്ക് വരുന്ന ആ ഒരു എനർജി ലെവല്, ആ ശക്തിയായ ലെവലിന് തുല്യമായിട്ട് എനർജി ലെവല് ലോകത്തൊന്നുമില്ല. അതാണ് ഈശ്വരാധീനം. ആ ഈശ്വരാധീനത്തെ നമ്മള് ധർമ്മം കൊണ്ട് നമ്മൾ കാണുമ്പോഴോ, ഇപ്പം ധർമ്മോ രക്ഷിത, നമ്മൾ ധർമ്മത്തെ രക്ഷിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കും. നമ്മൾ എന്താണോ കൊടുത്തത് അത് നമുക്ക് കിട്ടുന്നു. പണം ദാനം ചെയ്ത് 1000 ഇരട്ടിയായിട്ട് തിരിച്ചിരുന്ന് വിവേകാനന്ദ സ്വാമികള് പണ്ടേ ഡിക്ലെയർഡ് ആണ്. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ദാനത്തിന് തുല്യമായിട്ട് ബിസിനസ് ഉണ്ടോ? ഏതെങ്കിലും ബിസിനസ്സിൽ 1000 ഇരട്ടി ലാഭം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ ദാനം ചെയ്ത് എന്റെ ബിസിനസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് സ്വാർത്ഥതയുടെ ഭാഗമാണ്. അതുകൊണ്ട് സ്വാർത്ഥതയുള്ളവരാണ് ചാരിറ്റി ചെയ്യുന്നതെന്ന് എന്റെ അടുത്ത് ബോംബെയിലുള്ള വിജയ സാർ പറഞ്ഞു. അപ്പൊ ഞാൻ അത് അംഗീകരിച്ചു കൊടുത്തു. കാരണം 1000 ഇരട്ടിയായിട്ട് ലാഭം കിട്ടുന്ന ലോകത്തിൽ ഏതെങ്കിലും ബിസിനസ് ഉണ്ടോ? ഇവിടെ ഇല്ല. ആ ധർമ്മത്തിന്റെ രാജ്യത്ത് നമ്മൾ ഇങ്ങനെ ഈ വിദേശത്തുള്ളവരെക്കാളൊക്കെ മോശമായ രീതിയിൽ കളങ്കീനമായ, അല്ലെ വഞ്ചിക്കുന്ന, അല്ലെ വെറുതെ കളയുന്ന ഒക്കെയുള്ള കാര്യങ്ങൾ മാറുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാട് വിവാഹത്തൊക്കെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിലപ്പോൾ ഓർക്കാറുണ്ട്. ഇങ്ങനെ ഈ സദ്യ അങ്ങോട്ട് 11 മണിക്ക് കഴിച്ചിട്ട് ഇങ്ങനെ ഡൽഹിയിൽ ഒരു വാരി എടുപ്പുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനും ആ വരന്റെ അച്ഛനൊക്കെ നോക്കിയിരിക്കുകയായിരിക്കും ആ സന്തോഷത്തിലില്ലേ. 5000 രൂപയുടെ ബുഫേ നടത്തുന്ന പാർട്ടികളുണ്ട്. അപ്പൊ റിസപ്ഷൻ ഇപ്പൊ പണ്ടൊന്ന് 1, 2, 3, 4, 5 ഇതെല്ലാം നടത്തി ഈ തമിഴ്നാട്ടിൽ പറഞ്ഞാൽ ഇവരങ്ങ് അധോഗതിയാകും. അങ്ങനെ കുടുംബം നശിക്കും. അതുകൊണ്ടാണ് പണ്ടേ മന്ദത്ത് പഠനമൊക്കെ പറഞ്ഞത്, കുടുംബത്തിന് വേണ്ടി നമ്മള്
എല്ലാം സംരക്ഷിച്ച് വെക്കണം. ഇപ്പോൾ പാലിയേറ്റീവ് കെയർ തന്നെ അത് തന്നെയാണ്. ഈ ഒന്നുമില്ലാത്ത ഈ പാവപ്പെട്ട രോഗിയെ, മരിക്കാറായ രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള ഹോസ്പിറ്റലാണ് ICU കയറ്റിക്കെടുത്ത് വീണ്ടും ഒരു 10,000 രൂപയുടെ ബില്ലോടെ ഇടും. അപ്പോൾ അവിടെ ധർമ്മത്തിന് വിലയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പാലിയേറ്റീവ് കെയറിനെ സംരക്ഷിക്കേണ്ടത്. എല്ലാവരും പറയും ഒരാൾ മരിക്കാറായി കഴിഞ്ഞാൽ അവർക്ക് സ്നേഹവും ഒക്കെ കൊടുത്ത് അതോടൊപ്പം നമ്മൾ പാലിയേറ്റീവ് കെയർ ഞാൻ പ്രസംഗിക്കാനുള്ള പറയും. ചിലപ്പോൾ ചില രോഗികൾ പറഞ്ഞ ഒരു പരിപ്പോടെ ജീവിതത്തിൽ കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്, ഒരു കൊതി. അപ്പൊ അത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഒരാൾക്ക് ഒരു ജന്മം അങ്ങനെ വരുന്നത് മറ്റാരുടെയും കുഴപ്പമുണ്ടോ ആഗ്രഹിച്ചത് കൊണ്ടോ അല്ലാത്തോണ്ട് കാലത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കിയിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ അപ്പുക്കുട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അദ്ദേഹമൊക്കെ നമുക്ക് പറയുന്ന സ്ഥലം എഴുതി പാലിയേറ്റീവ് കെയറിനോ സേവാഭാരതിക്ക് വേണ്ടി എഴുതി നരൂമൂട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നൊരിക്കൽ പറഞ്ഞു, ചേട്ടാ ഈ സ്ഥലം പോരാന്ന് പറഞ്ഞപ്പോഴേ ഇല്ലേ ചേട്ടൻ വന്നിങ്ങനെ സ്ഥലം കൊടുത്തു വീണ്ടും വീണ്ടും. അപ്പൊ ഇങ്ങനെ മഹാന്മാരും ഒക്കെ ഇരിക്കുന്ന ഈ വേദിയിൽ ഞാൻ ദുരഭിക്കുന്നില്ല. ഇവർക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരമുണ്ട്. എല്ലാവർക്കും എന്താണ് ആദരവും ഒക്കെ നൽകുന്ന ഒരു സേവാശക്തി ഫൗണ്ടേഷന്റെ കുടുംബ സംഘമാണിത്. നിങ്ങളാണ് ഇതിന്റെ ഇത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് സേവാശക്തി ഫൗണ്ടേഷനെ പറ്റി 2 വാക്ക് പറഞ്ഞത് കൊണ്ട് സമയം എടുത്തുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. തമ്പുരാട്ടിക്ക് 2 കാര്യങ്ങള്. നമ്മുടെ തമ്പുരാട്ടി ഇവിടെ വന്നു, നമ്മളെ അനുഗ്രഹിച്ചു, നമുക്ക് വേണ്ട വാക്കുകൾ പറഞ്ഞു തന്നു, ഇത്രയും സമയം ചെലവഴിച്ചു. ഇനി നമ്മുടെ ഒരു സേവാ സംഗമത്തിൽ കൂടുതൽ സമയം ഇവിടെ തമ്പുരാട്ടി തന്നെ പറയുന്നു, സേവാശക്തി നമ്മുടെ ശക്തി. ഈ സേവാശക്തി എന്നുള്ള പേരിട്ട ബ്രാൻഡ് ഇട്ടത് തന്നെ ഒരു 6-7 മാസത്തെ ചർച്ചകളാണ് ഈ ഒരു ട്രസ്റ്റിന് ഏത് പേര് വരണമെന്നുള്ള ഡിസ്കഷൻ പോയി. അപ്പോ സേവയാണ് ശക്തി, ശക്തി കൊണ്ട് സേവ ചെയ്യുക, അതാണ് എന്താണ് എപ്പോഴും എല്ലാവർക്കും ഉള്ള ശക്തി. പക്ഷെ തോന്നിക്കുന്ന വളരെ ടഫ്, കൊടുക്കുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്ന എത്ര സുഖം, ഫ്രീ ആയിട്ട് കൊടുക്കുന്ന എത്ര ബുദ്ധിമുട്ട്, കളഞ്ഞു കിട്ടുന്നത് പോലും കൊടുക്കത്തില്ല. അങ്ങനെ കൊടുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾ തിരുവനന്തപുരത്ത് ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഈ ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ഭാരതത്തിന്റെ ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇത് ഒരു സേവാ ക്ലബ്ബ് തന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ഇവിടെ രൂപീകൃതമാകും. അതിനെല്ലാവരും ഭാഗമാക്കുക. ഇതൊന്നും പിരിവായിട്ട് ഇവിടെ ഒരു പിരിവില്ല. ഇവിടെ കൊടുക്കുന്ന ദക്ഷിണയാണ്. ആ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ ആ ദക്ഷിണ ആർക്കാണ് കൊടുക്കേണ്ടത് തീരുമാനിക്കുന്നതും ഈ കൊടുക്കുന്നവർ തന്നെയാണ്. ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 0 ആണ്. ഈ പരിപാടി നടത്തുന്ന സമ്മാനം കൊടുക്കുന്ന ഒന്നും ഇവിടുന്ന് 1000 രൂപ വെച്ചിരുന്ന ആൾക്കാരുടെ പൈസയെന്നല്ല. അതെപ്പോഴും ദാനമാണ്. അതിൽ നിന്ന് 1 പൈസ പോലും അഡ്മിനിസ്ട്രേറ്റീവിന് പോകുന്നില്ല എന്നുള്ളൊരു സത്യസന്ധമായ ട്രാൻസ്പെറൻസിയുടെ ഞാനങ്ങ് പറയുകയാണ്. ഇവിടെ ചാരിറ്റിക്ക് വേണ്ടി പണം ഭരിച്ചിവിടെ ദുർവിനിയോഗം ചെയ്യാനല്ല, പക്ഷെ ചാരിറ്റി ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നു. അത് ഏറ്റവും ജെന്യൂനായിട്ട് നമ്മുടെ ശാരദ സിസ്റ്റർ RCCക്ക് അകത്ത് പോയിട്ട് 25 രൂപയുടെ പേരെടുത്ത ഏറ്റവും അർഹതയുള്ള ആളിനെ അവിടെ കൊണ്ടുതരികയാണ്. അതിനകത്ത് ജാതി മതബന്ധം യാതൊരു ഇതുമില്ല. പക്ഷെ ദാനം ചെയ്യുന്നവർക്ക് അതൊരു ആളിനെ നമ്മുടെ ഒരു ബന്ധു അല്ലെ അവരവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് എത്തിച്ചു കൊടുത്തു. ഇതൊരു സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സേവാശക്തി ഫൗണ്ടേഷൻ. ഇതിന്റെ അംഗങ്ങളായിട്ട് വരുന്നവർക്ക് ഒരു നഷ്ടവുമില്ല, ലാഭം മാത്രം. അവസാനം സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ വിസ ഉണ്ടായിരിക്കും. കാരണം നമുക്ക് ആത്മശുദ്ധി ഇല്ലാതെ ഒരു അതായത് നമുക്ക് നമ്മുടെ ചില ചക്രങ്ങളുണ്ട്, മൂലാധാര, സ്വാധിഷ്ഠാനം, മണിപൂരം, അനുഗതം. അതിൽ നിന്നാണ് ചിന്ത വരുന്നത്. ചിന്ത വരുന്ന തലച്ചോറിൽ നിന്നല്ല, മൂലാധാരത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ എവിടെ വരെയുള്ള കഴിഞ്ഞ ഇപ്പൊ പ്രാരാബ്ധ കർമ്മവും സഞ്ചിത കർമ്മവും ഉണ്ട്. അപ്പൊ സഞ്ചിത കർമ്മത്തിൽ കഴിഞ്ഞ ഇൻവെസ്റ്റ് ചെയ്ത കർമ്മത്തിന്റെ ഫലം നമ്മൾക്ക് ഇങ്ങനെ അനുഭവിച്ചേ പറ്റുള്ളൂ. പിന്നെ അതിനെ നമുക്ക് ദാനം കൊണ്ടും ധർമ്മം കൊണ്ടും നല്ല ചിന്ത കൊണ്ടും നമുക്ക് ഉണർത്തി കൊണ്ടുവരിക. അത് ഓരോ ലെവല് അനഹത ചക്രം എന്നൊക്കെ പറഞ്ഞ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ നിന്ന് മുകളിലേക്ക് പോയാൽ പിന്നെ താഴ്ത്തിറങ്ങി പോകത്തില്ല. അതാണ് കുണ്ടലിനി ശക്തി. കുണ്ടലിനി ശക്തി ഉണരുമ്പോൾ മാത്രമേ ബോധം ഉദിക്കുന്നുള്ളൂ. ആ ബോധം ഉദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതെല്ലാം വിദ്യയാകുന്നു. ഇതെല്ലാം അതാണ് സന്യാസ യോഗം. പക്ഷെ സന്യാസ യോഗത്തിൽ നിന്ന് എത്താനൊന്നും ഈ കലിയുഗത്തിൽ ആരും കാണത്തില്ലെന്ന് ഭഗവാൻ എന്ന് പറഞ്ഞു ചേർത്തു. ആചാര്യന്മാര് കാണത്തില്ലെന്ന്. അതിൽ നിന്ന് വ്യത്യസ്തമായ നമ്മുടെ മാതാജിയാണ്. ഇപ്പോൾ പത്തനംതിട്ട സ്കൂളിൽ ചെന്ന് നോക്കിയാലും മാതാജി എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഈ വേദി അലങ്കരിക്കാൻ വേണ്ടി മാതാജി അവിടെ ക്ഷണിച്ചതും ഇവിടെ ചേർന്നതും. അപ്പൊ നമുക്ക് സമർപ്പിതമായ ജീവിതത്തിന്റെ ഉദാഹരണങ്ങൾ ഉള്ളപ്പോൾ നമ്മുടെ സ്വാർത്ഥത കുറയ്ക്കാൻ ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ അല്പം കൂടെ വല്ലവർക്കും ഒന്ന് കൊടുത്ത് പഠിച്ചാല് അതൊരു സുഖം ആണ്. ആ സുഖം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ 40 വയസ്സിനുള്ളിൽ ദാനം ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ
പിന്നീട് ദാനം ചെയ്യാൻ വെരി വെരി ടഫ്. ഇതൊക്കെ പ്രൂവൺ റെക്കോർഡ്സാണ്, ഉദാഹരണ സഹിതം പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒന്ന് മാറ്റി വെച്ച് പഠിക്കാം. 1 രൂപ, 2 രൂപ, 10 രൂപ, 50 രൂപ, ഇടയ്ക്ക് പറഞ്ഞു ഒരു 10% ദാനം ചെയ്യുക. പ്രായമുള്ളവരൊക്കെ ചെയ്യേണ്ടത്, എന്നെപ്പോലുള്ളവരൊക്കെ മക്കള് പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാല് പകുതിയെ അവർക്ക് കൊടുക്കാവൂ. കാരണം കണ്ടുപിടിച്ച് നമ്മൾ കൊടുക്കണം. ഇനി നമ്മൾ ഈ കുടുംബസംഘത്തിൽ സംസാരിക്കാൻ വേണ്ടി അവസരങ്ങൾ വരുന്നു. എങ്കിലും നമുക്ക് 2-3 ആവശ്യമുള്ള ചെലവഴിക്കുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ ഫൗണ്ടേഷനും ഒരു ജീവിതത്തിന് നമ്മൾ എന്തിനാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടായാൽ ഭാഗ്യമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇംഗ്ലീഷ് ഉപന്യാസ മത്സരം 1ാം സമ്മാനം ഈ ഉപന്യാസത്തില് 2ാം സമ്മാനം 3ാം സമ്മാനം ആ കുട്ടികളുണ്ടെങ്കിൽ അവര് ഇങ്ങോട്ടോ, അവരുടെ തുക വേറെയാണ്. കൈവല്യമേ സംഗീതമേ അമരസലാപമേ ചൈതന്യ നാഭിയും ആയിരമിതഴുള്ള താമരയിൽ ആദിമ ചൈതന്യ നാഭിയും ആയിരമിതഴുള്ള താമരയിൽ രചനാ ചതുരം ചതുമുണരുണരു സർഗം തുടർന്നു കലയിലൊരു സ്വർഗം കിടന്നു സംഗീതമേ അമരസലാപമേ
കരയിലൊരു സ്വർഗം വിടർന്നു മധുരമധു സംഗീതമേ അമരശലാഭമേ സംഗീതമേ സംഗീത പദനി സംഗീതമേ അമരശലാഭമേ സംഗീതമേ സംഗീത പദനി സംഗീതമേ വേദസാരജ്ഞസമ്പൂർണം സാക്ഷാത് ബ്രഹ്മസ്വരൂപിണം ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം വാക് യജ്ഞേന കൽപതാം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹത്തുക്കളെ, സദസ്സില് സാന്നിധ്യം ചെയ്തിരിക്കുന്ന ധന്യാത്മാക്കളെ, ആത്മസ്വരൂപികളെ, ഏവർക്കും ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്നും സ്നേഹം നിറഞ്ഞ പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു. സേവാ ഹി പരമോ ധർമ്മം. ജീവിതത്തിന്റെ പരമമായ ധർമ്മം സേവയാണ്. ഇന്ന് ഈ കുടുംബ സംഗമത്തിലും സേവാശക്തി ഫൗണ്ടേഷന്റെ 1ാം വാർഷിക സമ്മേളനത്തിലും നിങ്ങളോടൊപ്പം ഭാഗഭാക്കാകുവാൻ സാധിച്ചത് സർവചരാചര നിയന്താവായിരിക്കുന്ന അദൃശ്യ ശക്തിയുടെ അനുഗ്രഹ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
യഥാർത്ഥത്തില് മറ്റാശ്രമ ബന്ധുക്കള് തിരുവനന്തപുരത്തുള്ളവര് അവരുടെ ഗൃഹങ്ങളിലേക്ക് രാവിലെ ചെന്നതിന് ശേഷം ഇങ്ങോട്ട് വരാം എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് സേവാശക്തിയുടെ കുടുംബ സംഗമത്തിന് പങ്കെടുക്കണം, ഞാൻ അവിടേക്കാണ് പോകുന്നത്. കാരണം സേവയുടെ ശക്തി തന്നെ ഹൃദയശക്തിയായി നിറച്ചുകൊണ്ട് സർവചരാചരങ്ങളെയും ദൈവസ്വരൂപമായി കണ്ടുകൊണ്ട് ജീവിതം നയിക്കാൻ തീരുമാനിച്ച കുടുംബാംഗങ്ങളോടൊപ്പം കൂടുക എന്നുള്ളത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇവിടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല, പ്രഭാഷണത്തിന് പ്രസക്തിയില്ല. ഇവിടെ പ്രസക്തി മനസ്സാ വാച കർമ്മണ നാം ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന സകലവിധ ബാഹ്യാഭ്യന്തര ചലനങ്ങളും ആ അദൃശ്യ ശക്തിയുടെ അനുഗ്രഹ കടാക്ഷത്താലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. സേവാശക്തി ഫൗണ്ടേഷന്റെ ചെയർമാൻ ശ്രീ മോഹനൻ സർ, എന്റെ ജ്യേഷ്ഠ സഹോദരൻ മോഹനൻ ചേട്ടൻ എന്തുകൊണ്ടും മാനവരാശിക്കൊരു ഉത്തമ മാതൃകയാണ്. അത് വാക്കുകൊണ്ട് പറഞ്ഞാൽ ഒരു പക്ഷേ അത് പൂർണ്ണമാവുകയില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈശ്വര ചൈതന്യം നിറച്ചു വെച്ചിരിക്കുന്ന ഒരു അദൃശ്യ ശക്തി വൈഭവമുണ്ട്. അതുപോലെ ആ സർവചരാചര നിയന്താവായിരിക്കുന്ന ദൈവചേതനയാൽ നിയോഗിക്കപ്പെട്ട മഹത് വ്യക്തിത്വങ്ങളാണ് ഈ ഹോളിൽ സാന്നിധ്യം ചെയ്തിരിക്കുന്നവര്. ഞാൻ മനസ്സിലാക്കുന്നത് ദൈവദൂതന്മാരാണ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. അതുപോലെ തന്നെ പുനരൂർ സോമരാജൻ സാറും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞാൽ ആ പേരുകളൊക്കെ അവരുടെ ശരീരത്തിൽ ഒതുങ്ങിപ്പോകും. പക്ഷെ അവരുടെ നാമധേയം അവരുടെ ശരീരത്തിൽ ഒതുങ്ങാതെ കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, എവിടെയുമുള്ള ചരാചരങ്ങൾക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി സേവ ചെയ്യുക എന്നുള്ളത് ജീവിത വ്രതമാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും പുനലൂർ സോമരാജൻ സാർ ഒരു മഹാത്മാവിന്റെ പേരിൽ തന്നെ ആ മഹത് ദർശനം ഹൃദയത്തിൽ വഹിക്കുന്നത് കൊണ്ടാകാം ഗാന്ധി ഭവൻ എന്ന പേര് നൽകിയത്. യഥാർത്ഥത്തില് മഹാത്മജിയാണ് പറഞ്ഞിട്ടുള്ളത്, the best way to find yourself is to lose yourself in the service of others. മോഹന ചേട്ടനും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെ തന്നെ തിരിച്ചറിയുന്നതിന്, അനന്തവ്യാപകമായ ആത്മസത്തയെ തിരിച്ചറിയുന്നതിന്, ആ സകലനിലും അന്തർഹിതമായിരിക്കുന്ന ബോധസത്തയെ അറിഞ്ഞ് സേവിക്കുക. അതുകൊണ്ട് ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ ഓരോരുത്തരും ചെയ്യേണ്ടത് സേവനം മാത്രമാണ്. സേവനം ജീവിത വ്രതമാക്കി തീർക്കുക. ഓരോരുത്തർക്കും മഹത്താകാൻ കഴിയും, മഹാത്മാവായി ജീവിക്കാൻ കഴിയും. Everybody can be great because everybody can serve. നമുക്ക് സേവ ചെയ്യാനുള്ള അവസരം ഓരോ നിമിഷവും ദൈവം തന്നിരിക്കുകയാണ്. ഓരോ ഹൃദയ സ്പന്ദനത്തിലും സ്വാർത്ഥതാരഹിതമായി ജീവിക്കാൻ കഴിയണമേ ദൈവമേ എന്നുള്ള പ്രാർത്ഥന നമ്മളിൽ വരുമെങ്കിൽ നമ്മൾ ഈ സേവാശക്തി ഫൗണ്ടേഷന്റെ ഭാഗമായി തീർന്നിരിക്കും. ഈ ഹോളിൽ ഇരുന്നു കൊണ്ട് മാത്രമല്ല, ഈ ഹോളിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴും സർവചരാചര നിയന്താവായിരിക്കുന്ന ദൈവ ചൈതന്യമേ, എനിക്ക് ഇന്ന് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ കഴിയണമേ. ഈ മോഹനചേട്ടനെ പോലെയുള്ളവർ ഓരോരുത്തർക്കും ഒരു പ്രേരണയാണ്. ഇത്രയും നേരം ഇവിടെ നടന്ന സംഭവങ്ങളാണ് ഈ വാക്കുകളെക്കാൾ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നത്. വാക്കുകൾക്കല്ല ശക്തി, കർമ്മത്തിനാണ് ശക്തി. ആ കർമ്മം കൊണ്ട് ആളുകൾക്ക് കാട്ടിക്കൊടുക്കുകയാണ്. അതാണ് ആത്മീയത പറയാനുള്ളതല്ല, പ്രായോഗികമാക്കാനുള്ളതാണ്. ഗീത കാണാതെ പഠിക്കാനുള്ളതല്ല, ഹൃദയത്തിൽ
ഉറച്ചു വെച്ച് അതിനനുസരിച്ച് ജീവിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ദാനം ചെയ്യാൻ കഴിയില്ല, എല്ലാവർക്കും സേവ ചെയ്യാൻ കഴിയില്ല. ആർക്ക് സേവ ചെയ്യാൻ കഴിയും? ഉദാര ഹൃദയമുള്ളവർക്ക്, ഉത്കൃഷ്ട വാഞ്ചയുള്ളവർക്ക്, പ്രക്ഷുബ്ധമായ മനസ്സിന് ഒരിക്കലും സേവ ചെയ്യാൻ കഴിയില്ല. പ്രശാന്ത മനസ്സ് ഉള്ളവർക്ക് മാത്രമേ മഹത്തായ ലക്ഷ്യങ്ങളും മഹത്തായ കർമ്മങ്ങളും അനുഷ്ഠിക്കാൻ കഴിയൂ. നോക്കൂ, ഇവിടെ 5 വയസ്സ് മുതൽ 93 വയസ്സ് വരെയുള്ളവർ സേവാ നിരതരായി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഹൃദയം കൊണ്ട് പ്രണമിച്ചുകൊണ്ടാണ് ഈ വാക്കുകൾ അത്യധികം ആഹ്ലാദത്തോടെ, അഭിമാനത്തോടെ, സന്തോഷത്തോടെ ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തുന്നത്. യഥാർത്ഥത്തിൽ ഇതിലധികം ആശ്രമ ബോധം നിങ്ങൾക്കുണ്ടാകേണ്ടതില്ല. ആശ്രമം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ധർമ്മം ആചരിക്കുന്നതിനുള്ള ഇടമെന്നാണ്. ഈ മന്നം മെമ്മോറിയൽ ഹാൾ ഇന്ന് ഒരു ആശ്രമമായി മാറിയിരിക്കുകയാണ്. കാരണം അതിന്റെ ഒരു പ്രകടീകരണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സമൂഹത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആരെയും വില കുറച്ച് കാണില്ല, ഉള്ളിൽ അഷ്ടരാഗങ്ങൾ വെച്ച് പുലർത്തില്ല. സമയം അതിക്രമിക്കുന്നു എന്ന് തോന്നുന്നു, ചേട്ടൻ ഇങ്ങനെ സമയം നോക്കുന്നുണ്ട്. അഷ്ടരാഗങ്ങൾ ഉള്ളിൽ വെച്ച് പുലർത്തില്ല. നമ്മളുടെ ഹൃദയം നിറച്ച് ദൈവമെങ്കിൽ നമ്മളുടെ മുന്നിൽ ഇരിക്കുന്നവരിലും നാം ദൈവത്തെ കാണുന്നു. കഷ്ടപ്പെടുന്നവരില്, ദുഃഖിക്കുന്നവരില്, പീഡിതരില് ഒക്കെ. അതുകൊണ്ടാണ് താണവരും വ്യഥിതരും മർദ്ദിത താനുമെങ്ങോ വസിപ്പതവിടത്തിൽ താവകമണി തൃച്ചേവടികളെ താങ്ങിടുന്ന പൊൻ പീഠം വിലസുന്നു എന്ന് ടാഗോർ ചൊല്ലിപ്പോയത്. അതുകൊണ്ട് നമുക്കൊക്കെ ആത്മവികാസം ഉണ്ടാകണം, ഹൃദയ വികാസം ഉണ്ടാകണം. അടുത്തിരിക്കുന്നവനെ ദൈവമായി കണ്ട് പൂജ ചെയ്യുന്നതിന്